ഈ ലഹരി വിരുദ്ധ ഒരു ബോധവൽക്കരണ ക്ലാസ് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിന്റെ ഒരു വലിയൊരു വിപത്തിനെതിരെയായിട്ട് നമ്മുടെ രക്ഷകർത്താക്കളും അതുപോലെ തന്നെ കുട്ടികളും ജാഗ്രതയാക്കാനും നമ്മുടെ ഈ ലഹരി മൂലമുണ്ടാകുന്ന നമ്മുടെ ഈ നാട് ഇന്നത്തെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ എല്ലാവരും നമ്മൾ സ്വപ്നം കാണുന്ന ഭാരതം ലോകത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ 1-ാം നമ്പറിൽ എത്തുക എന്നുള്ളതാണ്. 300 വർഷങ്ങൾക്ക് മുമ്പേ ഭാരതമായിരുന്നു നമ്മുടെ ലോകസമ്പത്തിന്റെ 1/3 പങ്ക് വഹിച്ചുകൊണ്ടിരുന്നു. അവിടെ നിന്ന് നമ്മുടെ മുഗളന്മാരും അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബ്രിട്ടീഷേഴ്സും വന്ന് നമ്മുടെ നാടിനെ എല്ലാ സ്വത്തും എല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് നമ്മളെ ദരിദ്രരാക്കി മാറ്റി ആണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. ആ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ ഭാരതത്തിന്റെ വളർച്ച ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് അറിയാം. ഇപ്പം നമ്മൾ ലോകത്തിലെ 4ാം സാമ്പത്തിക ശക്തിയായിട്ട് മാറിയിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ യുവാക്കളുടെ സ്വപ്നം കണ്ട് മുന്നോട്ട് പോയി അത് സാഫല്യമാക്കാനായിട്ട് പ്രയത്നിച്ച ഓരോ ഇതും ഈ സ്വപ്നം നമുക്ക് ശാസ്ത്രവിജ്ഞാനം വേണ്ടിയിട്ട് നമ്മളെ ഈ പറഞ്ഞ ലഹരിക്കെതിരെയായിട്ട് അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് നേടാൻ സാധിക്കില്ല. അപ്പൊ അതിന് ഒരു വലിയ വിപത്ത് തന്നെയാണ് ഇപ്പം ഈ ലഹരിയെ മാറിയിരിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ രക്ഷകർത്താക്കൾ നമ്മുടെ കുട്ടികളെ ഇതിൽ നിന്നും അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ലഹരി നമ്മൾ ഏത് രീതിയിൽ ആണ് നമ്മളെ കുട്ടികളെ ബാധിക്കുന്നത്, ഇതെല്ലാത്തിനെ കുറിച്ചും സമഗ്രമായിട്ടുള്ള ഒരു ക്ലാസ് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ നമ്മുടെ വിമുക്തി കോർഡിനേറ്റർ ആയിട്ടുള്ള ശ്രീ സഞ്ജീവ് കുമാർ എസ് അദ്ദേഹമാണ്. അപ്പം എല്ലാവരും ശ്രദ്ധയോടെ ഈ ക്ലാസ് കേൾക്കുക. എന്നിട്ട് നമ്മുടെ കുട്ടികളെ അതനുസരിച്ച് ജാഗ്രതയോടെ നമ്മൾ അവിടെ വളർത്തുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമുക്ക് ഡോക്ടർ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏറ്റവും അത്യാവശ്യം നമുക്ക് കിട്ടേണ്ട ഒരു ക്ലാസ് തന്നെയാണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. നമുക്ക് ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ വീടുകളിലെ അവസ്ഥ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പുറമെ പരിചയമുള്ള കുഞ്ഞുങ്ങളുടെ വീടുകളിലെ അവസ്ഥയൊക്കെ ഞങ്ങൾക്ക് അധ്യാപകർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ചില വീടുകളിലെങ്കിലും ചിലരെങ്കിലും മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇന്നിവിടെ സാറ് പറയും. വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ അസോസിയേഷന്റെ ഒരു നേതൃത്വത്തിൽ ഈ ക്ലാസ് പേരൻസിന് കൊടുക്കണമെന്നാണ് തീരുമാനിക്കപ്പെട്ടത്. ഞാൻ ഈ ക്ലാസ് നയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ വിമുക്തിയുടെ കോർഡിനേറ്ററായ ശ്രീ സഞ്ജീവ് കുമാറിനെ ക്ഷണിച്ചു. നമസ്കാരം. ഞാൻ സാധാരണ ക്ലാസ്സുകളെന്ന് പറയുന്നത് നമ്മളോട് എപ്പോഴും ഞാൻ ക്ലാസ്സുകൾ സംവാദമാണ്. ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ വെച്ച് നിങ്ങൾ എനിക്ക് അതിനുള്ള മറുപടി പറയും. അതല്ലാതെ നമ്മളെ ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസ്സുകളെന്ന് പറഞ്ഞാൽ നമ്മൾ അധ്യാപകർ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളല്ല. അതിൽ ഞാൻ ചില ചോദ്യങ്ങൾ വെക്കുമ്പോൾ നിങ്ങളതിനെ പ്രതികരിക്കും രക്ഷകർത്താക്കളായിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മുടെ ക്ലാസ്സിന് എനിക്ക് കൂടുതൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അച്ഛന്മാരോടാണ്. ഇതിൽ വന്നിരിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും അമ്മമാരാണെന്ന് കരുതുന്നു. അച്ഛന്മാരാരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഈ കാലത്തിൽ നമുക്കറിയാം ദേവലക്കരയിൽ ഒരു കുട്ടി ലൈംഗികതയിൽ പിടിച്ച് മരിച്ചതിൻ്റെ കാരണത്താൽ നമ്മുടെ ഈ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും ജാഗ്രതാ സമിതി എന്ന് പറഞ്ഞ് ഒരു സമിതി പെട്ടെന്ന് തന്നെ കൂടേണ്ടി വന്നു. അപ്പം അതിൽ അവർ ഇലക്ട്രിസിറ്റി അറിയാലോ, ലൈംഗിക കൊണ്ടാണ് മരണപ്പെട്ടത്. മറ്റൊന്ന് പറയുന്ന ഫോറസ്റ്റ് അതിനകത്ത് നമുക്കറിയാം ചില തൊത്തിലൊക്കെ പാമ്പിരുന്ന് കുട്ടികളെ കടിച്ചു മരിക്കപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഫോറസ്റ്റുകാർ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെ വിളിച്ചുകൂട്ടത്തിൽ ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. എക്സൈസുകാരനായിട്ടുള്ള ഈ കാർജിപ്പള്ളി താലൂക്കിൽ ഈ സ്കൂളിൽ ഞാൻ വന്നില്ലെന്ന് തോന്നുന്നു. ജാഗ്രത രൂപീകരിച്ചോന്ന് അറിയില്ല. ഇതിന് കൂടിയത് കൂടിയത് എക്സൈസുകാരെ വിളിച്ചില്ലെന്ന് തോന്നുന്നു. ഇല്ല. അപ്പം മിക്ക സ്കൂളുകളിൽ കാർജിപ്പള്ളി താലൂക്കിലെ മിക്ക സ്കൂളുകളിൽ ഞാൻ പോയപ്പോൾ ഇതിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പം ഞാൻ പല സ്കൂളുകളിലും ഇതിനിടയ്ക്ക് തന്നെ ക്ലാസ് എടുക്കാൻ പോകുന്നു. എൻ്റെ ജോലി എന്ന് പറയുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പോകും. പഞ്ചായത്ത് ജനകീയ കമ്മിറ്റിയിൽ പങ്കെടുക്കും. വാർഡ് തലത്തിൽ ജാഗ്രതാ സമിതി രൂപീകരിക്കും. അതായത് അവിടുത്തെ നല്ല നമുക്ക് നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ള 10 അംഗങ്ങളെ ചേർത്തുകൊണ്ട് നിങ്ങളുടെ വാർഡുകളിലും പതുക്കെ ആ ജാഗ്രതാ സമിതി രൂപീകരിച്ചു വരും. അപ്പോൾ അവർ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് അവരുടെ ജോലി. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഓരോ വാർഡുകളിലുണ്ട്. എല്ലാ വാർഡുകളിലും ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചു കഴിയുമ്പോൾ
ആ പഞ്ചായത്തിൽ ഇവിടെ 10 പഞ്ചായത്തുകളാണ് ഒരു മുനിസിപ്പാലിറ്റി ഉള്ളത്. അപ്പോൾ 10 പഞ്ചായത്തുകളിലും വാർഡ് തല ജാഗ്രതാ സമിതി രൂപീകരിച്ചു കഴിയുമ്പോഴും കൂടാതെ സ്കൂളുകളിൽ വിമുക്തി ക്ലബ്ബുകൾ രൂപീകരിക്കുന്നുണ്ട്, ജാഗ്രതാ സമിതിയുണ്ട്. ഇതെല്ലാം രൂപീകരിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ അത്രയും വലിയൊരു പ്രവൃത്തി ചെയ്യുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെയും ആ ഡിപ്പാർട്ട്മെന്റിനെയും ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളെയും വിദ്യാഭ്യാസ വകുപ്പുകളെയും അതായത് ഇതിനെ ക്രോഡീകരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഞാൻ. എൻ്റെ പേരാണ് സജീവകുമാർ. ഇതാണ് എൻ്റെ ഡ്യൂട്ടി. അപ്പം ഞാൻ ഈ പല സ്ഥലങ്ങളിൽ സ്കൂളുകളിൽ പോകുമ്പോൾ നമുക്കിതിൻ്റെ അകത്ത് ഞാൻ ഒരിക്കലും പേര് പറയത്തില്ല. സ്കൂളിൽ ഒരു ഗവൺമെൻറ് UP സ്കൂളിൽ ചെന്നപ്പോൾ ഒരു 4ാം ക്ലാസ്സുകാരൻ അവൻ്റെ സ്കൂളിലേക്ക് വരുന്ന വഴിക്ക് അവനൊരു പൊതിക്കവറുമായിട്ട് വന്നു, ഒരു പൊതിയായിട്ട് വന്ന് അപ്പോൾ ആ സ്കൂളിൽ ഞാൻ ഇതിന് മുമ്പും ലഹരി വിരുദ്ധ ക്ലാസ് നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്, ഇവനെന്ന് പറയുന്നത് നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ കഴിയാതെ അവൻ പോകുന്ന സമയത്ത് ഇവൻ്റെ പത്രത്തിൽ യൂറിൻ പാസ് ചെയ്യുന്ന രീതിയിൽ കിഡ്നി മെയിൻ പ്രോബ്ലം ഉള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ അവനെ നാട്ടുകാരും വളരെ സാമ്പത്തിക വിനിയോഗം നിൽക്കുന്ന അവനെ നാട്ടുകാരും ഈ സ്കൂളിലെ അധികൃതരും ചേർന്ന് എല്ലാവരും കൂടെ സാമ്പത്തിക സഹായം ചെയ്ത് ചികിത്സിച്ച് അത് തിരികെ കൊണ്ടുവന്ന ഒരു കുട്ടിയാണ് ഈ പൊതിയുമായിട്ട് വന്നിട്ട് അവൻ്റെ കൂട്ടുകാർക്ക് ഒരു 3-4 ചെറിയ തുണിക്കകത്ത് പൊതിഞ്ഞ രീതിയിലുള്ള ഒരു പുകയില ഉൽപ്പന്നങ്ങൾ കൊടുക്കും. 4ാം ക്ലാസ് പഠിക്കുന്ന 9 വയസ്സുകാരനാണെന്ന് ഓർത്തോ. ഈ കുട്ടികൾ 4 പേരും ഈ പറഞ്ഞിരിക്കുന്ന ഈ ഇതെടുത്ത് വലിച്ചെറിഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടത് ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞ് സാറും അങ്ങോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീച്ചറുടെ അടുത്ത് ഓടിച്ചിട്ട് ക്ലാസ് ടീച്ചറോട് കാര്യം പറയും. ഞാനിത് ചെല്ലുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ടീച്ചർ ഇവനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരെ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരു അതായത് ഈ പറഞ്ഞിരിക്കുന്ന മൈനറായിട്ടുള്ള ആൾക്കാരെ പരിഗണിക്കുന്നവരൊക്കെ ജുവനൈൽ ഡിസീസ് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. അതായത് അവർക്ക് നമ്മൾ വളരെയധികം പരീക്ഷ കൊടുക്കണം. എനിക്ക് ഈ യൂണിഫോം ഇട്ട് പോലും ഈ പറഞ്ഞിരിക്കുന്ന ഈ കുട്ടികളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇവരെ ഞങ്ങളുടെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല, എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കും. ഇവരെ സ്വകാര്യ വാഹനം പിടിച്ച് വളരെ സൗമ്യമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന യൂണിഫോം എന്ന് പറഞ്ഞ ഐഡന്റിറ്റി വ്യക്തമാക്കാതെ വളരെ ഇവർക്ക് പരീക്ഷ കൊടുക്കുന്നതാണ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവനെ ഞാൻ അടുത്ത് വിളിച്ചിരുത്തി മാമൻ എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് എവിടെ കിട്ടിയാന്നൊക്കെ പറഞ്ഞ് ഞാൻ ചോദിക്കുമ്പോൾ ഇവൻ്റെ ജ്യേഷ്ഠൻ്റെ ബാഗിൽ നിന്ന് കിട്ടിയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചത് ജ്യേഷ്ഠൻ്റെ ബാഗിൽ കിട്ടിയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ ചെടിയിൽ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് നീ മോണിതാരാ പറഞ്ഞത്, അത് ചേട്ടൻ ഇത് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അവൻ്റെ ചേട്ടൻ്റെ കാര്യം ചോദിച്ചു. പഠിക്കുന്നത് +1 വിദ്യാർത്ഥിയാണ്. ഈ +1 വിദ്യാർത്ഥി ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ആ സ്കൂളിലെ കൗൺസിലറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞ് ടീച്ചറെ ഈ പറഞ്ഞിരിക്കുക സാറേ നമ്മുടെ ഇത് ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന കുട്ടിയാണ് ഈ +1 വിദ്യാർത്ഥി എന്ന് പറഞ്ഞു. അപ്പോൾ അവനവിടെ ഈ ലഹരി വസ്തു ഉപയോഗിക്കുന്നതിന് കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. വീണ്ടും ചോദിച്ചു വന്ന് ഇനിയിപ്പോൾ വേറെ ആരൊക്കെ ഇതിങ്ങനെ വെക്കുന്നത് നമുക്ക് കണ്ടത്. അപ്പോൾ അവൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന വീടിൻ്റെ അയലത്തുള്ള ചില ചേട്ടന്മാർ ഉപയോഗിക്കുന്നവരുണ്ട്, സ്വന്തം അച്ഛനും ഉപയോഗിക്കുന്നുണ്ട്. ഓർക്കണം, 9 വയസ്സുകാരനെ സംബന്ധിച്ച് അവൻ രാവിലെ നമ്മൾ അവനെ ശീലിപ്പിക്കുന്ന രീതിയിലാണ് രാവിലെ എഴുന്നേൽക്കുക, പല്ല് തേക്കുക, ഈ പറഞ്ഞിരിക്കുന്ന ഭക്ഷണം കഴിക്കുക, നല്ല വസ്ത്രങ്ങൾ ഇടുക, ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളുടെ കൂട്ടത്തിലെ ഒരു ശീലമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം ആ ശീലമായിട്ട് മാറിയിരിക്കുകയാണ് ഇത്. ഇത് ഉപയോഗിക്കുന്നതും അങ്ങനെ ഒരു ശീലമാണ് എന്നുള്ള രീതിയിൽ അവനെ കണക്കൂട്ടി. കാര്യം നിങ്ങൾ രക്ഷകർത്താക്കളെ ശ്രദ്ധിച്ചറിയാൻ പറ്റും. 30 വയസ്സ് 28 വയസ്സുള്ള ഒരു പയ്യന്റെ ന്യൂസ് കഴിഞ്ഞ ദിവസം അമിതമായിട്ട് ലഹരി ഉപയോഗം മൂലം അവനവൻ്റെ മാതാവിനോട് ചെയ്ത ദുഷ്കൃതി എന്താണെന്ന് നിങ്ങളെല്ലാവരും മീഡിയയിലും വാർത്തയിലും പത്രത്തിലും നിങ്ങൾ കണ്ടോ? കണ്ടായിരുന്നു? കേൾക്കുന്നില്ലേ? നിങ്ങൾ കണ്ടായിരുന്നോ? അപ്പൊ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അമിതമായ ലഹരിയുടെ ഉപയോഗം നിമിത്തം ഇവർക്ക് സ്വന്തം വ്യക്തിത്വത്തെ തന്നെ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നൊരു അവസ്ഥ. ആ അവസ്ഥയിലേക്ക് നയിക്കുമ്പോൾ നമ്മൾ സഹോദരന്മാരെ തമ്മിൽ അറിയത്തില്ല. എൻ്റെ ഈ സർവീസ് ജീവിതത്തിനിടയിൽ ഒരു റിട്ടയർഡ് അധ്യാപകന്റെ ഈ പറഞ്ഞിരിക്കുന്ന മകൻ സ്വന്തം അതായത് സഹോദരിയെ ഒരു മുറിയിൽ കടന്നു കയറി ആക്രമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഈ ലഹരിയുടെ അതായത് അധികമായ ഉപയോഗമുണ്ട്. പക്ഷേ അവർക്ക് ഈ സംഭവങ്ങൾ ഞങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ച് കാര്യം പോലീസിനോട് പറയാനായിട്ട് മടി. എക്സൈസ് വന്ന് ഇതിനെ ഡി-അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി അവസാനം ഈ ആളെന്ന് പറയുന്നത് ഈ സ്ഥലം തന്നെ വിട്ട് ഇവിടുന്ന് പോകുന്നു. ഈ പെങ്ങൾക്ക് സംഭവിച്ച മാനസികാഘാതം നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഒരു സ്വന്തം സഹോദരൻ കൂടപ്പുറത്ത്
ഒരു സഹോദരിയുടെ അടുത്ത് ഈ രീതിയിൽ അപ്രോച്ച് ചെയ്തപ്പോൾ ഉണ്ടായ ആ ഒരു മാനസിക ആഘാതം എന്ന് പറയുന്ന ഇതെന്ന് പറയുന്ന ഒരു ട്രോമ എന്ന് പറയും. നിങ്ങൾ അതായത് നമ്മൾ സയൻസ് നമ്മൾ പഠിക്കുമ്പോൾ പറയും ഇതെന്ന് പറയുന്നത് ഇതിങ്ങനെ ഉള്ളിൽ കിടക്കും. ഇത് ഇവരുടെ ഈ ഫാമിലി ജീവിതത്തിൽ എപ്പോഴും ഇതിങ്ങനെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഒരു സമാധാനം കിട്ടത്തില്ല. അവരുടെ അവസ്ഥ വരും. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് നമ്മുടെ ലഹരി എന്ന് പറയുന്ന ഘടകങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്ന് നമ്മുടെ സമൂഹത്തിലെ ഓരോ ജീവിതത്തെയും അല്ലെങ്കിൽ ജീവനെയും നശിപ്പിക്കുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ഈ കുട്ടികളെ നമ്മൾ പണ്ട് പറയാം. ഇപ്പൊ ഞാനിവരെ കുട്ടികളില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇതിൽ നമുക്ക് വല്ല പങ്കുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉണ്ടോ? ഇല്ല. പറ, ഉണ്ടോ? ഇല്ലേ? കുട്ടികൾ ഇങ്ങനെ ആയിത്തീരുന്നതിൽ നമുക്ക് വലിയ പങ്കുണ്ടോ? രക്ഷാകർത്താവായിട്ടുള്ള നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് വല്ല പങ്കുണ്ടോ? ഉണ്ട്. അതെന്താ പറയാനായിട്ടൊരു ഉറപ്പില്ലാത്ത? പറ, ഉണ്ടെങ്കിൽ ചെയ്ത് ഉറപ്പുള്ളവർക്ക് പറഞ്ഞു ഉണ്ടെന്ന്, ഉറപ്പുണ്ടെന്ന്. ഒരു ചെറിയ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് എല്ലാവരും ഉത്തരം പറയും. ഈ രക്ഷാകർത്താക്കൾ സത്യസന്ധമായിട്ടാണ് പറയുന്നത്, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നത്. ഈ രക്ഷാകർത്താക്കൾ ഈ പറഞ്ഞിരിക്കുന്ന അപ്പുറത്തിരിക്കുന്ന കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്ന രക്ഷാകർത്താവ് കൈകൊട്ടിക്കുക. കള്ളം പറയണ്ട, ഞാൻ ആ കുട്ടികളോട് തന്നെ ചോദിക്കും. അവരുടെ രക്ഷാകർത്താവ് കള്ളം പറയില്ല, സത്യസന്ധമായിട്ടായിരിക്കും. കൊടുക്കും. ബാത്റൂം വേണം. ഞാനിതുപോലെ ഈ നിങ്ങൾ പറയുന്ന ഇവരോട് ഞാൻ ചോദിക്കുമ്പോഴേ ഇവർ സത്യസന്ധര ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പ്രായത്തിൽ എന്ന് പറയുന്നത് കള്ളമില്ല, കവടമില്ല, ഒന്നുമില്ല. ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയും ഉപയോഗിക്കുന്നത്. ചിലർ പറയും റീൽസ് കാണാനാണ്, ചിലർ പറയും ഫ്രീ ഫയർ ചെയ്യാനാണ്. ഇതെല്ലാം അവർ പറയും. അവർ മൊത്തം കാര്യങ്ങൾ പറയും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ കുട്ടികളുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയേണ്ട ഒരു സാധനം, അറിയാൻ വേണ്ടി പറ്റുന്ന സംഭവമാണ്. ഒരു 23-25 വയസ്സ് വരെ ഈ കുട്ടികളുടെ ബ്രെയിനിന്റെ ഫ്രോണ്ടൽ ഘടകം എന്ന് പറയുന്നത് നമുക്ക് ഈ തലച്ചോറിൽ വികസിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ജനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ തലച്ചോറിന് വികാസം സംഭവിക്കുന്നു. ഈ വികാസം സംഭവിക്കുന്നത് 23-25 വയസ്സിനിടയ്ക്കാണ്. ഈ വയസ്സിനിടയിൽ വരുന്നത് നമുക്ക് പല ക്രിയേഷൻസ്, നമുക്ക് നമ്മുടെ ജന്മനായുള്ള പല കഴിവുകളും എന്തായാലും പറഞ്ഞത് സാറേ പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് എന്തുണ്ട്? സർഗാത്മക സൃഷ്ടി എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ ആ കഴിവുകൾ വരുന്ന സമയം ശ്രദ്ധിച്ചു കേൾക്കണം, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ കഴിവുകൾ വരുന്ന സമയത്താണ് ഇത്. അങ്ങനെയുള്ളതുകൊണ്ടാണ് നമ്മൾ എളുപ്പത്തിൽ നമ്മൾ പറയുന്നത് നമ്മുടെ സർക്കാർ 23 വയസ്സായിരിക്കും ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്ന് പറഞ്ഞ് നിജപ്പെടുത്തിയിരിക്കുന്ന പ്രായതയ. ഇതിന് ശേഷമേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചോദിക്കാൻ പറ്റുന്നു ഔദ്യോഗികമായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ 25 വയസ്സാണ് പ്രായം പറഞ്ഞിരിക്കുന്നത്. നമ്മളത്ര 2 വയസ്സുള്ള കുറച്ച് 23 വയസ്സായി. എന്താ കാരണം മനസ്സിലായ? കാരണം എന്താ? ഇവരുടെ തലച്ചോറുകൾ വികസിച്ച് ഇവർ നല്ല ഒരാളായിട്ട് തീരുന്ന സമയം വരുന്ന സമയത്താണ് ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നിങ്ങൾ പോലും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കുട്ടികളെ അടിമകളാക്കുകയാണ്. എല്ലാ ദിവസവും നിങ്ങൾ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ഒരു ദിവസം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ആഴ്ച ഒരു ദിവസം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം അവരത് ഉപയോഗിക്കും. അപ്പൊ ഇത് തന്നെയാണ് നമ്മളിപ്പോ നമുക്ക് മനസ്സിന് സന്തോഷം തോന്നുന്നത്. അപ്പൊ അതിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഹോർമോൺ എന്ന് പറയുന്ന സാധനമുണ്ട് നമ്മുടെ തലച്ചോറിൽ ഉത്പാദിപ്പിക്കുന്നതാണ് ഡോപാമിൻ എന്ന് പറയുന്നത്. കേൾക്കുന്നുണ്ടോ? നമ്മളെല്ലാവരും ഈ പറഞ്ഞിരിക്കുന്ന ഞാനും നിങ്ങളും എല്ലാവരും നമുക്ക് എപ്പോഴും എന്താ വേണം? സന്തോഷം വേണം. ആണോ വേണ്ടേ? ആരെയും ദുഃഖിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? ഇപ്പോഴത്തെ നമുക്ക് എപ്പോഴും സന്തോഷം വേണം. അപ്പൊ ആ സന്തോഷത്തിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന പല ഉപാധികൾ തിരഞ്ഞെടുക്കും. മനസ്സിലാകുന്നുണ്ടോ? ആ ഉപാധികൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അതിന് സന്തോഷം കൊള്ളുമ്പോഴും ചിലപ്പോൾ നമുക്കൊരു പാട്ട് കേട്ടാൽ മതി. ചിലപ്പോൾ നമുക്ക് യേശുദാസിന്റെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സന്തോഷം വരും. ചിലപ്പോൾ നമുക്കൊരു റിക്കാർഡിക്ക് ഡാൻസ്, ഒരു ഡിസ്കോ ഡാൻസ് അത് കേൾക്കുമ്പോൾ അതിനോടൊപ്പം ചൂട് വെക്കുമ്പോൾ നമുക്ക് ഈ ഡോപ്പമിൻ പാട്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറ്. ഇതേപോലെ കുട്ടികൾക്കിടയിലും ഈ പറയുന്ന മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ അവർ അതിൽ എന്റർടൈൻമെന്റ് കാണുമ്പോൾ എന്ത് ചെയ്യും? അവർ പോലും അറിയാതെ ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ശ്രദ്ധിക്കപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? അത് കെട്ടാതെ വരുമ്പോൾ നിങ്ങൾ നോക്കണം. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഇന്ന് മുതൽ നിങ്ങൾ നാളെ ചെന്നിട്ട് പറയും സാറത് പഠിപ്പിച്ചുകൊണ്ട് മൊബൈൽ ഫോൺ കൊടുത്തോണ്ട് ഇപ്പൊ സർഗാത്മക ശക്തി. അതിന്റെ തെളിവ് ഞാൻ പെട്ടെന്ന് പറയാം. നമ്മളൊക്കെ പഠിച്ചപ്പം ഈ ഗുണനപ്പട്ടിയെ കാണാൻ പഠിക്കണ്ടായിരുന്നോ? ഉണ്ടല്ലോ. ഏറ്റവും പാടുള്ള ഗുണനപ്പട്ടി ഏതാണെന്നറിയോ? 9 എന്ത് പാടുപെട്ടല്ലേ? 8, 72, 99, 51 ഇങ്ങനെയൊക്കെ പഠിക്കാൻ വരാണ്ട് ശരിയല്ലേ? ആ സമയത്ത് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ എന്തിനാ പഠിച്ചത്? കാൽക്കുലേറ്റർ ഉണ്ടായിരുന്ന സുഖമായിരുന്നു. 89 എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താൽ ശരിയല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ പഠിച്ചു വന്ന് നമ്മൾ ഓരോന്ന് പടിപടിയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പിള്ളേരോട് പറയാതെ ഇവരിപ്പം ഈ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിരുന്നെങ്കിൽ ആദ്യം തന്നെ ഉപയോഗിക്കണമെങ്കിലോ ഇവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന പെട്ടെന്ന് വരുക എന്റെ ഇടയ്ക്കൊക്കെ ചോദിച്ച് അടിക്കുന്ന സമയം വരുന്നില്ലേ? അപ്പൊ ഇവർ
നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കഴിവ് നഷ്ടപ്പെടുക. മനസ്സിലാകുന്നോ? അപ്പൊ ഇങ്ങനെ ഈ സർഗാത്മക ശേഷി നഷ്ടപ്പെടുമ്പോൾ ഈ മൊബൈൽ ഫോണിൽ അടിമപ്പെട്ടു പോകുമ്പോൾ അവർ ചിലപ്പോൾ നാളെ ലോകം അറിയുന്ന ഗായകരായിരിക്കും. അവർ പാടത്തില്ല, ഇവർ ഈ മൊബൈലിലെടുത്ത് ഇവര് പടം വരയ്ക്കുന്ന സമയത്ത് പോലും നിങ്ങൾ ഈ മൊബൈൽ ഫോൺ കൊടുത്തിരിക്കുന്നത് എന്ത് പറ്റത്തില്ല, അവർക്ക് എന്റർടൈൻമെന്റ് ഇല്ല. ഡാൻസ് കളിക്കുന്നവരായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഡാൻസ് കളിക്കുന്ന, പടം വരയ്ക്കുന്നു, പാട്ടുപാടാൻ കഴിവുള്ളവരായിരിക്കും. ഡാൻസിൽ ഇങ്ങനെയൊക്കെ ഉള്ള പല പല ചില രൂപങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ക്രിയേഷൻ ഉണ്ടാകും. ഇവർക്ക് ചിലപ്പോൾ നമുക്കറിയില്ല ലോക പ്രശസ്തരാകും. അപ്പൊ നമ്മൾ തുടക്കത്തിലെ അവരുടെ ഈ സർഗാത്മക ശേഷി എന്ത് ചെയ്യും? നശിപ്പിക്കുകയാണ്. അതാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ കുട്ടികളെ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് മൊബൈൽ ഫോണ് പെട്ടെന്ന് നിർത്തല്. അപ്പൊ ഈ ഡോക്യുമെന്റ് ഇങ്ങനെ വരുന്നതുകൊണ്ട് ഇവരെന്ത് ചെയ്യും? ഇത് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ ഇതിപ്പോ ഫോൺ തരത്തില്ല, സാറ് പറഞ്ഞ് ഇതുകൊണ്ട് വരത്തില്ലെന്ന് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അവര് പെൺകുട്ടികളാണെങ്കിൽ പറയാൻ നമ്മളെ പട്ടവർക്ക് നാഗവല്ലികൾ എന്തായാലും ഈ ധാരാളമെന്നൊക്കെ ചെയ്യും. ശരിയല്ലേ? മറ്റവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വയലന്റ് ആൺപിള്ളേർ, അവര് വയലന്റ് ആയിട്ട് എന്ത് ചെയ്യും? ചിലപ്പം ഇതാകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആഴ്ചയിലെന്നുള്ളത് എന്ത് ചെയ്യണം? സോറി, ഈ ആഴ്ചയിൽ ഒരു ദിവസമാണ്. മനസ്സിലാവുന്നതോ? ചിലപ്പോൾ ഒരു എല്ലാ ദിവസവും കൊടുക്കുന്നവർ എന്ത് ചെയ്യണം? ഒരു 3 ദിവസം, എനിക്ക് തിങ്കൾ, ബുധൻ, വെള്ളി ഈ ദിവസങ്ങളിലേ ഉള്ളതുണ്ട്. അതിനുശേഷം ഈ 3 ദിവസം മാറ്റി വെച്ചിട്ട് നമ്മൾ മരുന്ന് കൊടുക്കത്തില്ല. അതേപോലെ അത് കഴിഞ്ഞിട്ട് പറയണം ഇനി ഞായറാഴ്ച മാത്രമുള്ളൂ പറയും. ഇവർ ഇപ്പോഴേ നിങ്ങൾക്ക് നിയന്ത്രിച്ചുകൊണ്ടായിരുന്നില്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. സാറ് നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ആ കൂട്ടുകുടുംബ വ്യവസ്ഥയിലേക്ക് പോയെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ എല്ലാം നമ്മുടെ ഉത്തരവാദിത്തം. അതായത് നിങ്ങൾ നോക്കണം. എന്റെ അച്ഛനെന്ന് പറയുന്നത് 8ാം ക്ലാസ് വിദ്യാഭ്യാസമായിരുന്നു. 8ാം ക്ലാസ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അന്ന് പഠിക്കാനായിട്ട് കൂടുതലായിട്ടൊന്നും പോകാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛനൊന്ന് പഠിച്ചെന്ന് പറഞ്ഞാൽ പുറക്കാട് സ്കൂളിൽ വരെ പഠിച്ചു. പിന്നെ നടന്നുപോയി അമ്പലപ്പുഴ സ്കൂളിലാണ് പഠിച്ചത്. നിങ്ങൾ നോക്കണം. തോട്ടപ്പള്ളിയിൽ നിന്ന് പുറക്കാട് ആണ് 5 വരെ അങ്ങനെ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ സ്കൂൾ എന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴയാണ്. ഈ അമ്പലപ്പുഴ പോകുന്ന പറഞ്ഞാൽ ഇവിടുന്ന് രാവിലെ ഈ പറഞ്ഞ ഒരു ഭക്ഷണം കാണത്തില്ല. വല്ല ഈ പറഞ്ഞ അച്ഛൻ പറഞ്ഞ കേട്ടിട്ടുള്ളതാണ് കപ്പയൊക്കെ അവിടെ നിന്നൊക്കെ വരച്ചിട്ട് അതൊക്കെ തിന്ന് കഴിച്ചിട്ടൊക്കെയാണ് നീക്കുന്നത്. ആ അച്ഛൻ എന്നെയും എന്റെ സഹോദരങ്ങളെയും സഹോദരിയൊക്കെ ഉന്നത വിദ്യാഭ്യാസം നടത്തി. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് നമുക്ക് തന്ന അറിവുകൾ, ആ കിട്ടിയ അറിവുകളുള്ള നമ്മുടെ മക്കളാണ്. ആ അച്ഛനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അറിയേണ്ട കാര്യം. ഞാൻ എൻ്റെ എനിക്ക് 2 പെൺമക്കളാവുള്ളത്. ഇവരെയും കൊണ്ട് ഞാനൊരു പുതിയ സ്കൂളിൽ ചെന്ന് സ്കൂളിലെ പ്രധാന അധ്യാപകരുടെ കാല് കൊട്ടിച്ചപ്പോൾ ആ ടീച്ചർ ഭയങ്കര സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറയുന്നു. ഞാൻ ചോദിച്ചപ്പോൾ സാറേ ഇപ്പോഴത്തെ അനുഭവിച്ച് ആദ്യം നടന്നു. ഇന്നത്തെ രക്ഷകർത്താക്കൾ കുട്ടികളെ കൊണ്ട് അധ്യാപകർ ഞാനൊന്നും ചോദിച്ചാൽ അങ്ങനെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് ഫീസ് വാങ്ങുമ്പോൾ മൊത്തം ലാസ്റ്റ് വരെ നമ്മുടെ അച്ഛനിക്കുന്ന നടുവ് കഴിക്കുന്നത് എന്താ പറയുക, പഠിപ്പിച്ചില്ലെങ്കിലും പഠിപ്പിക്കാത്ത എല്ലാവരെയും കാലോട്ട് വന്നിട്ട് ആ സ്കൂളിൽ നിന്ന് ഫീസ് മേടിക്കൊണ്ട് പോകും. അപ്പൊ കുറച്ച് പോലും എക്സസൈസ് ആയി കഴിയുമ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മളിങ്ങനെ നിൽക്കും. അന്നത്തെ അറിയാലോ, ചെറിയ ജോലി ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇതുപോലെ നിൽക്കും. അപ്പൊ ഇത്രയും 10, 16, 25 അധ്യാപകർ, അതായത് LP UP സ്കൂളാണ് ആ സ്കൂളിൽ നിന്ന്. ഇന്ന് നിങ്ങളുടെ രക്ഷകർത്താക്കള് നിങ്ങളുടെ രക്ഷകർത്താക്കള് അധ്യാപകരെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗുഡ് മോർണിംഗ് പറയുമോ? പറയും. കുട്ടികൾ പറയുമോ നോക്കണം. കുട്ടികള് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന വീട്ടിൽ വരെ എത്തുമ്പോൾ സ്കൂളിലെ വിശേഷങ്ങൾ പറഞ്ഞ എത്ര കുട്ടികളുണ്ട് രക്ഷകർത്താക്കളോട് ചോദിക്കണം. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിപ്പം ലഹരിയുടെ പഠിക്കാൻ വന്നിട്ട് ഒരാള് മൊബൈൽ ഫോണിന്റെ ആണെന്ന് പറയുന്നുണ്ട്. കാര്യം എന്താണെന്നറിയോ? ഞാനിപ്പോൾ ഹൈസ്കൂളിൽ ചെന്ന് പറഞ്ഞ് ഇവരെ ഈ പറഞ്ഞിരിക്കുന്ന ലഹരി വസ്തുക്കളിൽ നിന്ന് വിടുതല ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് കതിരിൽ കൊണ്ട് വളം വെക്കുന്നതിനും പോലെയാകുന്നു. എനിക്ക് കറക്റ്റായിട്ട് തോന്നുന്നത് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഇപ്പോഴത്തെ LP സ്കൂളില് രക്ഷകർത്താക്കൾ വിചാരിച്ചാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഈ വരുന്ന തലമുറയിൽ നല്ല രീതിയിലാക്കാൻ പറ്റും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ അവരുടെ ശീലങ്ങളാണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു അവരുടെ മനസ്സിലേക്ക് ആക്കപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചില UP സ്കൂളുകളിൽ, അതായത് നോക്കണം 6ലും 7ലും പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നതാണ് UP സ്കൂളിൽ. ആ സ്കൂളിൽ ചെന്നപ്പോൾ പല വിശേഷങ്ങൾ, ഇപ്പൊ നമ്മുടെ ബർത്ത്ഡേ ആയാലും ഈ പറഞ്ഞിരിക്കുന്ന മറ്റ് വീട്ടിൽപ്പെട്ട ആഘോഷങ്ങൾ, ഈ കുട്ടികളെ അവിടുത്തെ പേരന്റ് പലപ്പോഴും ചില സോഫ്റ്റ് പാനീയങ്ങൾ ഉപയോഗിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. കുട്ടികൾ ഇവിടെ കംപ്ലൈന്റ് ചെയ്താണ്. അച്ഛൻ നിർബന്ധിക്കുന്നുണ്ട്, അമ്മ പറയും ഒന്ന് കഴിച്ചു തരും, നമ്മുടെ വിശേഷ അവസ്ഥയില്ല എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നോർത്ത് നോക്കിയ നമ്മുടെയൊക്കെ അമ്മാവനെ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൂട്ടത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ ഇങ്ങനെ ഒരു പിൻവലിവുണ്ട്. എന്താ പറയാ?
ഈ പറഞ്ഞിരിക്കുന്ന നമുക്ക് നോക്കുമ്പോൾ തന്നെ നമ്മളെ ഇന്ന സ്ഥലത്ത് ആള് നിൽക്കുന്നെന്ന് പറഞ്ഞ് നമ്മൾ പേടിച്ചിട്ട് ഇവിടുന്ന് എസ്കേപ്പ് ആകുന്ന ഒരു അവസ്ഥയായിരുന്നു നമ്മുടെ കുട്ടിക്കാലത്ത്. ആ സ്ഥലത്ത് ഇന്ന് രക്ഷകർത്താക്കള് ഈ പറഞ്ഞിരിക്കുന്ന അവരുടെ കുട്ടികള് ചില സമയങ്ങളിൽ ചില വിശേഷ അവസരങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ അടുത്തോട്ട് ഈ പറഞ്ഞിരിക്കുന്ന കമ്പനി ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ലഹരിയിലേക്ക് വരുന്നതിന് പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം അജ്ഞത, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് പ്രേരണയാണ്. അപ്പൊ അത് നമ്മുടെ വീട്ടിലേ ചെയ്യുന്നത്. ഇത് ഞാൻ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നതല്ല പറയുന്നത്, നമ്മുടെ ചില സംഭവങ്ങൾ കാണുന്നുണ്ട്. അപ്പം അവരതൊരു ക്യാഷ്വലായിട്ട് പറയുന്നു. അവർ ചിലപ്പോൾ ആ നിർബന്ധത്തിന് വഴങ്ങി ഒരു പ്രാവശ്യം ഉപയോഗിച്ചു. അപ്പം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറയും, ഓ എനിക്ക് പെണ്ണോക്കണം, അതുകൊണ്ട് പേടിക്കണ്ട, സാറ് പറഞ്ഞ സംഭവം ആൺകുട്ടികളെ കുറിച്ചാണ്. ഇപ്പോൾ ഞങ്ങളുടെ കേസുകളിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞിരിക്കുന്ന ആൺപെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ആരാ കൂടുതൽ വന്നിരിക്കുക. മനസ്സിലാകുന്നോ? ഇപ്പൊ ചില സ്കൂളുകളിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ ആൺകുട്ടികളുടെ ബാഗ് പരിശോധിക്കുമ്പോൾ ഈ ബുക്കുമാർ എന്ത് ചെയ്യുന്നില്ല, പെൺകുട്ടിയുടെ ബാഗിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചേക്കോ. ടീച്ചർമാരെ നോക്കിയിട്ട് പറയാണ്, സാറേ ആൺകുട്ടികളെല്ലാം ഡീസൻ്റ് ആണ്. അപ്പോഴാണ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ടീച്ചറെ ആ കൂട്ടത്തിൽ ഒരു 5 ഡീസൻ്റ് ആയിട്ടുള്ള പെൺകുട്ടികളെ വിളിച്ചു. നമ്മൾ ഡീസൻ്റ് വരുന്നല്ലോ, നമ്മൾ പറഞ്ഞിട്ട് ധൈര്യമുള്ളവരെ കഴിയാൻ പറഞ്ഞത്. അപ്പം നമ്മൾ വേറെ വാക്കായിട്ട് ഉദ്ദേശിക്കില്ല. അവരെ വിളിച്ചിട്ട് അവരുടെ ബാഗ് നോക്കാൻ പറഞ്ഞു. പെൺകുട്ടികളുടെ ബാഗ് നോക്കിയപ്പോൾ എല്ലാ ബാഗിലും ഉണ്ട്. അപ്പം ടീച്ചറും ഈ പെൺകുട്ടികളാണ് ഇവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, അതാണ് ആൺകുട്ടികളുടെ സാധനങ്ങൾ എന്ത് ചെയ്തില്ല, പെൺകുട്ടികളെ മേടിച്ച് ശേഖരിച്ചു വെച്ചിരിക്കുക. അവരുടെ ബാഗ് പെട്ടെന്ന് ആരും നോക്കത്തില്ല. മനസ്സിലായോ? അപ്പൊ അധ്യാപകരെ കബളിപ്പിക്കുന്ന രീതി പെൺകുട്ടികളുടെ ആ ഒരു ബുദ്ധി. അതേപോലെ ഇത് ഉപയോഗിക്കുന്ന കാര്യത്തിലും എങ്ങനെയായിരിക്കാണ് ഇത് മാറിയിരിക്കുകയാണ്. ആൺപെൺ വ്യത്യാസമില്ല. മനസ്സിലാവുന്നോ? പിന്നെ ഞങ്ങള് മുഴുവൻ ഇപ്പൊ ഞങ്ങൾക്ക് ഈ നിങ്ങളവിടെ വരുമ്പോൾ കാണാം. ചിലപ്പോൾ നിങ്ങൾ ഈ ഞങ്ങളുടെ ഓഫീസ് അറിയാമല്ലോ, ഇവിടെ ഒരു വാതിക്കര ഓഫീസുണ്ട്. ആ വാതിക്കര ഓഫീസിന്റെ അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ ചില സമയത്തൊക്കെ നല്ല ആൾക്കാർ കൂടിയൊക്കെ നിൽക്കുന്നതാണ്. ചിലപ്പോൾ ഇങ്ങനെ കുടിക്കുകയും നനയ്ക്കുകയും ചെയ്യാത്ത കുറെ എണ്ണം കയ്യിലാതെ കയറി നിൽക്കുന്നതാണ്. അപ്പൊ ഇതിലെ ഈ ലഹരി വസ്തുക്കൾ ഇതിനെ ഞാൻ മൊത്തം കാര്യങ്ങൾ പറയാം. അത് കഴിഞ്ഞിട്ട് ഇത് കഴിയുമ്പോൾ പറയാം അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്. അതിൽ ഒന്നാമത്തെ ഘടകമാണ് ഇവർ കുളിക്കൊന്നുമില്ല. ഇവര് രാത്രിയിൽ പറഞ്ഞിരിക്കുന്ന ഭയങ്കര ഉറക്കമായിരിക്കും. ഇപ്പൊ വന്നിട്ട് ഇവര് ഒരു 12 മണി 2 മണി 3 മണിക്കൊക്കെ അതുവരെ ഇവർ ഭയങ്കര ആക്റ്റീവാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ പറഞ്ഞത് ഇവര് നമ്മളീ കാണുന്ന ഞങ്ങൾ പിടിക്കുന്ന മെയിൻ ആൾക്കാർ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ ഭവനത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. അതായത് ഞാൻ പറയുന്നത് നല്ല അച്ഛനും അമ്മയും നല്ല രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ കരുതലും സ്നേഹവും എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ കൊടുത്തും അവർ ചോദിക്കുന്ന പൈസ കൊടുത്തൊന്നുമല്ല കേട്ടോ. ഇപ്പൊ പണ്ടൊക്കെ നമുക്കറിയാം, ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 3 ബുക്കാവും ഈ പറഞ്ഞിരിക്കുന്ന 3 വിഷയങ്ങൾ. ഒന്നിപ്പുറവിടെ എഴുതും, ഒന്ന് നടുക്കുവെഴുതും. വളരെ 2 ആഴ്ചക്കുള്ളിലാണ് ഇത് മൊത്തം തീരുന്നത്. ഇന്ന് പിള്ളേർ ഒരു ബുക്ക് ചോദിച്ചാൽ ഞാൻ സാഹിത്യം നമ്മളെന്ത് ചെയ്യും, നമ്മൾ പ്രയാസപ്പെട്ടാലേന്നും പറഞ്ഞ് 5 ബുക്കാണ് കൊടുക്കും. നമ്മളത് കൊടുക്കുന്നതിലാണ് ചെറിയൊരു പ്രശ്നം. ഇപ്പൊ അത് കാരണം ഞാൻ കുറേയൊക്കെ പഠിച്ചിട്ട് ഞാൻ സമയത്തിന് കൊടുക്കുന്നില്ല. 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ റെഡിയാക്കി നമ്മൾ കൊടുക്കും. അതേ നമുക്ക് പറ്റത്തുള്ളൂ. അതല്ലാതെ അവർക്ക് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല, കൊടുക്കണം. പക്ഷെ ഇതാണ് അവരെ അതിന്റെ ആ ഒരു വിഷമം നമ്മുടെ തലമുറ ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞാൽ ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് അറിഞ്ഞതുകൊണ്ടാണ് നമുക്ക് അതിനോട് ഭയങ്കര. അതുകൊണ്ട് ഇവർക്ക് ഇത് വിനിയോഗിക്കുന്നുണ്ട്. നിങ്ങളെ ശ്രദ്ധിക്കണം. ഞാൻ ഇവരെ കുറ്റം പറയുമ്പോൾ നിങ്ങളെ കുറ്റം പറയുമ്പോൾ എനിക്കുള്ള റോൾ എന്ന് പറയുന്നത് പഞ്ചായത്ത് കമ്മിറ്റിയിലൊക്കെ ചെന്നിട്ട് അവിടുത്തെ ജനപ്രതിനിധികളെ കുറ്റം പറയണം. അധ്യാപകരുടെ മീറ്റിംഗ് ചെല്ലുമ്പം അധ്യാപകരെ കുറ്റം പറയണം. രക്ഷകർത്താ മീറ്റിംഗിൽ ആരെ കുറ്റം പറയണം? രക്ഷകർത്താക്കളെ കുറ്റം പറയണം. വിദ്യാർത്ഥികളുടെ അടുത്ത് തന്നെ എന്ത് ചെയ്യണം? വിദ്യാർത്ഥികളെ കുറ്റം പറയണം. പക്ഷേ ഇവരുടെ എന്തെങ്കിലും പറയണം, നല്ല കാര്യവും പറയണം. മനസ്സിലാകുന്നല്ലോ? ഇതിന്റെ ഇടയ്ക്കിടന്നാണ് ഞാൻ കിടന്നത് ഇതാക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഞാനും എന്താണ് ഒരു രക്ഷകർത്താവാണ്. അപ്പൊ എനിക്കും ഈ പറയും നമ്മളിപ്പോ പറഞ്ഞില്ല, എനിക്ക് 2 പെൺകുട്ടികളാന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞപ്പോൾ നമ്മൾ പറയുമ്പോൾ നേരത്തെ പറയും പെൺകുട്ടികളാണ്, ഇതൊന്നും കുഴപ്പമില്ലെന്ന് പറയും. ഈ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നവന്മാരെ ഇതായി കഴിഞ്ഞാലോ നമ്മൾ അങ്ങനെ ചിന്തിച്ച് നമ്മൾ ഈ സമൂഹത്തിലില്ലേ ഇപ്പൊ പലരും പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയും ഇത് ഞങ്ങൾക്ക് പറയാനായിട്ട് സാറേ ഞങ്ങൾക്ക് പറ്റത്തില്ല, അവന്മാരുടെ ശത്രുത ഏറ്റുവാങ്ങാൻ പറ്റത്തില്ല. ഈ മയക്കുമരുന്നുകളെ കുറിച്ചുള്ള വിവരം തരാൻ പറയുമ്പോഴാണ് നിങ്ങൾ എപ്പോഴും അറിയേണ്ട കാര്യം, നിങ്ങൾ ഈ കുട്ടികളുമായിട്ട് ഞാനിപ്പോ ഒന്നും സംഭവിക്കില്ലെന്ന് പറയാണ്. ഈ കുട്ടികളുമായിട്ട് ഈ റോഡ് വക്കിലൂടെ നമ്മുടെ ഈ സ്കൂളിലേക്ക് വരുമ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടോ, പല നിയന്ത്രണം തെറ്റിയ അപകടങ്ങളെന്ന് പറയുന്നത് ഈ മയക്കുമരുന്ന് അനിയന്ത്രിതമായി ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് നിയന്ത്രണം കിട്ടാതെ വന്ന് ഇടിച്ചു കയറ്റുന്നതാണ്. ആ കൂട്ടത്തിൽ നമ്മൾ പോവാം. അപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നുണ്ട് ഇപ്പൊ ഇവര് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പെരുകി കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് പറഞ്ഞ ചില ആൾക്കാർ ഇരിക്കും. നേരത്തെ ഞാൻ പറയുന്നത് പെൺകുട്ടികളാണ്, ഈ പറഞ്ഞിരിക്കുന്ന ആൺകുട്ടികളാണ് എന്നുള്ള വേർതിരിവ് വെച്ച് എന്റെ മക്കളെ ഉപയോഗിച്ചിരുന്നു. പക്ഷെ നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത്, ഉദാഹരണം പറഞ്ഞാൽ ശശികുമാർ സാറിന്റെ ഔദ്യോഗിക ജീവിതം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടി വിനിയോഗിക്കുക? നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടി. ഈ ടീച്ചർ ആർക്ക് വേണ്ടിയാ? ടീച്ചറിന്റെ വീട്ടുകാർക്ക് വേണ്ടിയാണ്.
ശശികുമാർ സാറിന്റെ വീട്ടിലാണ്, ഞാൻ എന്റെ വീട്ടിലാണോ? ഇത് നമ്മുടെ സാമൂഹിക ഇവിടുത്തെ ഓരോ ആൾക്കാരും ജോലി ചെയ്തതും എല്ലാം ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇതാണ് നമ്മുടെ സൊസൈറ്റി, ഇതാണ് നമ്മുടെ ഈ രീതി എന്ന് പറയുന്നത്. അപ്പം നിങ്ങളും അതിനു വേണ്ടിയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു നോക്കണം, ഒരു മൈക്കാട് പണി ചെയ്യുന്ന ആൾ തൊട്ട് നമ്മൾ ഇവിടുത്തെ ഏറ്റവും വലിയ സയന്റിസ്റ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ പോലും ചെയ്യുന്ന ആൾക്ക് വേണ്ടി സ്വന്തം കാര്യത്തിനാണ്. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ കുടുംബത്തിനും ഈ പറയുന്ന ആഹാരത്തിനും നമ്മുടെ സന്തോഷങ്ങൾക്കും സമയം കണ്ടെത്തുന്നുണ്ട്. ശരിയല്ലേ? നമ്മൾ ആ ജീവിതം പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതം ആർക്ക് വേണ്ടിയാ? ഈ കഞ്ചാവും ഈ പറയുന്ന ഈ മയക്കുമരുന്നും ഇതെല്ലാം അടിച്ചിരിക്കുന്ന കുമ്മനെ കൊണ്ട് കൊല്ലം പറ്റുമോ? ഭാവി തലമുറകളാണ് ആ ഇരിക്കുന്ന മൊത്തം പേരെന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ അടുത്ത് വരുന്ന ഈ നമ്മുടെ ഈ ലോകത്തിനും ഈ രാജ്യത്തിനും ഏറ്റവും വേണ്ട പ്രശസ്തരായി തീരേണ്ട കുട്ടികളാണ്. നിങ്ങൾ നമ്മളൊന്ന് ഓർമ്മിക്കുക, ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആൾക്കാരായിട്ട് അവർ മാറത്തില്ലെന്ന് നമുക്കാർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതിൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. കഥയല്ല, സോറി, നടന്ന സംഭവം. കാനഡയിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയ ഒരു കുടുംബം, 7 മക്കളുണ്ട്. 7ാമത്തെ മകൻ സ്കൂളിൽ പഠിക്കാൻ പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഒരു പേപ്പറുമായിട്ട് ഓടി വന്നു. അമ്മ സ്കൂളിൽ അധികൃതർ അന്നേരം പറഞ്ഞ ആ പേപ്പർ എടുത്ത് വായിച്ചു നോക്കിയിട്ട് എന്താ അമ്മ ലെറ്ററിനകത്തെന്ന് ചോദിച്ചു. സ്കൂളിൽ അഭിനന്ദനം വിട്ട. അപ്പൊ എന്തില് ഈ അമ്മ കരയുകയാണ്. കരഞ്ഞിട്ട് പറഞ്ഞ് മോന് നല്ല കൂടുതൽ ബുദ്ധിയുള്ളത് കൊണ്ട് മോനെ എന്നെ സ്കൂളിലോട്ട് ചെല്ലേണ്ടെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞെന്ന് പറഞ്ഞു. അവിടെ പഠിപ്പിക്കാൻ മോനേക്കാൾ ബുദ്ധിയുള്ള ആരും ഇല്ലെന്ന്. അപ്പൊ എന്ത് ചെയ്ത് അതുകൊണ്ട് അപ്പൊ ഇനി എന്ത് ചെയ്യാൻ ചോദിച്ചു. അത് ഞാൻ പഠിപ്പിച്ചോളാം. അങ്ങനെ പഠിപ്പിച്ചു. ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെ വളരെ ദാരിദ്ര്യത്തിലേക്കാണ് പഠിപ്പിച്ചത്. ആ കുഞ്ഞുനാളിൽ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പത്രമിടുന്ന ജോലിയൊക്കെ ചെയ്ത് അതിനുള്ള വരുമാനം കണ്ട് വളരെ ശാസ്ത്ര കൗതുകം ഉള്ള ആളായിരുന്നു. പല കണ്ടുപിടുത്തങ്ങൾ നടത്തി. എന്തിനു പറയുന്നു, 1093 കണ്ടുപിടുത്തങ്ങളുടെ പേറ്റന്റ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് ഈ കണ്ടുപിടുത്തങ്ങളുടെ സാങ്കേതികത്വം കൊടുത്താൽ മതി. അതിന് തന്നെ കൂടിയില്ല. അമേരിക്കയിൽ ഏറ്റവും വലിയ പൊളിഷ്യനാണ്. ആരാണെന്നറിയാമോ? ആ ശാസ്ത്രജ്ഞൻ നമ്മുടെ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച, ജനറേറ്റർ കണ്ടുപിടിച്ച, ഈ പറയുന്ന സിമെന്റിന്റെ കണ്ടുപിടുത്തത്തിന് സഹായിച്ച, നമ്മുടെ ഫോണിന്റെ കണ്ടുപിടുത്തത്തിന് സഹായിച്ച, ഗ്രാമഫോണ്, ഈ പറയുന്ന നമ്മുടെ ടെലഫോണൊക്കെ ഉണ്ടല്ലോ. ഇതിനൊക്കെ അതിന്റെ മുഴുവൻ വേറെ ശാസ്ത്രജ്ഞന്മാരുണ്ട്. എങ്കിൽ ഇതിന്റെ എല്ലാത്തിനും കാരണമായി തീർന്ന കണ്ടുപിടുത്തങ്ങളുടെ രാജകുമാരൻ എന്ന് പറയുന്ന ആരാണ്? തോമസ് ആൽവ എഡിസൺ. 1093 കണ്ടുപിടിക്കാത്ത കണ്ടുപിടുത്തങ്ങളും അതിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുണ്ട്. നോട്ടോളം ലാസ്റ്റ് ഒരു സാമ്പത്തിക ഭദ്രതയൊക്കെ ആയിക്കഴിഞ്ഞ് വീടിന്റെ എന്തോ ഷിഫ്റ്റിംഗ് കാര്യ സമയത്ത് പഴയ തകരപ്പെട്ടി കെട്ടി അദ്ദേഹം ആ പെട്ടിയെടുത്ത് നോക്കുമ്പോൾ പണ്ട് സ്കൂൾ അന്തരം കൊടുത്തിരിക്കുന്ന ലെറ്റർ പുള്ളിയെടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് കരയുക, അമ്മയാണ് എൻ്റെ അമ്മ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ തീരുമാനം അമ്മയാണെന്ന്. ഈ പറഞ്ഞിരിക്കുന്ന ചിതറിത്തിരിക്കുന്ന ബുദ്ധിയും, അതായത് മന്ദബുദ്ധിയായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്കൂളിൽ നീ അങ്ങോട്ട് വിടണ്ടെന്ന് ആ ലെറ്റർ എഴുതിയിരിക്കും. അത്രയൊന്നും ആകാനായിട്ട് നിങ്ങളോട് പറയുന്നില്ല. ആ അമ്മ പഠിപ്പിക്കണത് പറയുന്നുണ്ടോ? അതായത് ചിതറത്തിൽ, അതായത് അവന് ബുദ്ധിയില്ലാതിരുന്ന മന്ദബുദ്ധിയായിട്ടിരുന്ന ഒരാളെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുക. ആ ലെറ്റർ കൊണ്ട് വന്നപ്പോഴാണ് ആ അമ്മ സ്വന്തം മകന്റെ ആ ഒരു കഴിവുകളെ അറിയാവുന്ന, അല്ലെങ്കിൽ ആ മകനെ മറുപടി ചേർത്തിട്ട് സ്വന്തമായിട്ട് പ്രയത്നിച്ച് പഠിപ്പിച്ചു. നമ്മൾ അത്രയും ചെയ്യണമെന്ന് പറയുന്നുണ്ടോ? പക്ഷേ അങ്ങനെ തോമസ് ആൽവ എഡിസനെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ലോകം അറിയുന്ന എത്രയാ കുട്ടികളെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. അതൊരു സംഭവമാണ്, മനസ്സിലായേ? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അത് ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടികളെന്ന് പറയുന്നത് തീരെ ചെറിയ കുട്ടികൾ, ഇവരെന്ന് പറയുന്നത് നിങ്ങള് സൗന്ദര്യം, സമ്പത്ത്, ഈ പറഞ്ഞ ഇതൊന്നും ബാധകമല്ല. അവരുടെ റോൾ മോഡൽ എന്ന് പറയുന്ന ആരാ നിങ്ങൾ പോലും അറിയില്ല. ഞാൻ അവരോട് ചോദിക്കും പറയും, ഞാൻ അവരോട് ഇന്ന് ചോദിക്കുന്ന ആളാണ്. അവർ പറയുന്നത് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ എന്നാ പറയുന്നത്. ഞാനവരുടെ പ്രിയമായിരിക്കും വലിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരോ അല്ല ഇവരൊക്കെ മഹാത്മാക്കന്മാരുടെ പേരൊക്കെ പറയുന്നത്. ഞാൻ തന്നെ സത്യത്തിൽ പറയും. ഇപ്പൊ ഞാനിങ്ങനെ വീട്ടിൽ എന്നെ മോളും പറയുമായിരിക്കും മക്കള്. അവര് കാണുന്ന റോൾ മോഡൽ എന്ന് പറഞ്ഞാലാണ് അച്ഛനും അമ്മയാണ്. മനസ്സിലാവുന്നല്ലോ? അപ്പൊ നിങ്ങളെയാണ് അവരെന്ത് ചെയ്യുന്നത്? മാതൃകയാക്കുന്നത്. ഓർത്തണം, ആ മാതൃകയാക്കുന്ന അച്ഛൻ, ഞാൻ നേരത്തെ പറഞ്ഞെങ്കിൽ അവരുടെ ഒരു ഈ പറഞ്ഞിരിക്കുന്ന പല, നിങ്ങൾക്കറിയാലോ, ഒരു സ്വഭാവവിശേഷത എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ജനിറ്റിക്കലാണ്, നമ്മുടെ അച്ഛനമ്മമാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. രണ്ടാമത്തത് അപ്ഗ്രേഡ് എന്ന് പറയും, നമ്മൾ ആർജിച്ചെടുക്കുന്ന സംഭവം. അപ്പോൾ ഒരു സ്വഭാവ സവിശേഷം എന്ന് പറയുന്നത് എന്താണ്? നമ്മള് അവന്റെ ജന്മനാൽ അവന്റെ അച്ഛനപ്പൂപ്പന്മാരുടെ സ്വഭാവം, ജീനുകളെ കുറിച്ച് കേട്ടിട്ടില്ല, അങ്ങനെ കിട്ടുന്ന സ്വഭാവ. അതുകൊണ്ടാണ് നമ്മള്
ചില കുട്ടികൾ കണ്ടു അതേപോലെ അച്ഛന്റെ അതേ പതിപ്പെന്നൊക്കെ പറഞ്ഞില്ലേ, എന്ന് പറയാനൊക്കെ സ്വഭാവ സവിശേഷതകളും കിട്ടും. അപ്പം ഈ മയക്കുമരുന്ന് മദ്യം ഉപയോഗിക്കുന്ന രക്ഷകർത്താക്കളുടെ ടെൻഡൻസി ഉള്ള കുട്ടിക്ക് എന്ന് പറയുന്നത് 100-ൽ എത്രയാണ് 75% അവനത് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അന്ന് വെച്ച് നമ്മൾ പേടിക്കേണ്ട, അവനെ മാറ്റാനായിട്ട് നമുക്ക് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ആർജിത സ്വഭാവ സവിശേഷം എന്ന് പറയുന്നത്. അവൻ ആരൊക്കെയായിട്ടുള്ള സാധിക്കും. പിന്നെ അത് കഴിയുമ്പോൾ ഇവന്റെ ഈ ഇത് കഴിയുമ്പോൾ നിങ്ങളെ അച്ഛനും അമ്മയും ഇവരെ കോപ്പി ചെയ്തതിനു ശേഷം അടുത്ത വരുന്നതാണ് ഇവൻ സഹകരിക്കുന്ന ഒരു 4-5 പേരുണ്ട്. അവനെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന അവന്റെ സ്വഭാവ സവിശേഷങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവരെ ഇപ്പൊ നിങ്ങൾ കുഞ്ഞുങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയാം, നിങ്ങൾ ഇവരുടെ മാതൃകയായതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നത് നല്ല രീതിയിലായിരിക്കും. അത് ഞാൻ പറഞ്ഞ കാര്യം, പല കാര്യങ്ങളും ഒരു കോപ്പിയെ അനുകരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഞാൻ എന്നെ അനുകരിക്കുന്ന ആരാണെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ കമ്മിറ്റിയിലുള്ള ആൾക്കാരെ ഈ കുട്ടികൾ അനുകരിക്കണമെന്ന് പറയാൻ പറ്റുമോ? എല്ലാവരെയും അവര് നമ്മുടെ സ്വഭാവ സവിശേഷതകൾ, നമ്മുടെ സംസാര രീതികള്, നമ്മുടെ പെരുമാറ്റം, ഇതെല്ലാം ഇവരിങ്ങനെ വളരെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കും. ആ സവിശേഷതകൾ ഇവർ അനുകരിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ അത് നല്ല വശമായിട്ടിരിക്കുമ്പോൾ ഇതേപോലെ ഇവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ വരും. അറിയാലോ, നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾക്കാർ. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ തലമുറയിലെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ഇന്റലിജൻസിന്റെ IQ എന്ന് പറയുന്നത് ഏറ്റവും ബ്രില്യൻ്റ് ആണ്. നിങ്ങൾക്ക് ബോധ്യമില്ലേ? ടീച്ചറിനോട് ചോദിച്ചു, അവരിൽ ആരും മോശമില്ല. നമ്മളിപ്പോ ഒരു മോശം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ അക്കാഡമിക് ലൈഫ് ചിലപ്പോൾ മാത്സിന് മോശമായിരിക്കും എന്ന് പറയും. ഈ മാത്സ് എന്ന് പറയുന്നത് അത് കൈകാര്യം ചെയ്യുന്ന ടീച്ചർക്ക് ഇവരെയൊക്കെ ഒന്ന് സോപ്പിട്ട് ചില സ്നേഹമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ചില കുട്ടികൾ ചിലപ്പോൾ മാത്സിനായിരിക്കും പിന്നെ കൂടുതൽ പഠിക്കുന്നത്, ബാക്കിയുള്ള വിഷയങ്ങൾക്ക് ഡാമായി പോകും. അപ്പൊ അങ്ങനെ ടീച്ചർമാർക്ക് അതിനുള്ള ട്രെയിനിങ് കാര്യങ്ങളും കൊടുക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് പറയുന്നതാണ് ഈ കുട്ടികളുടെ ഈ വളർച്ചയിൽ നമ്മൾ മാതൃകയാകാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ നമ്മൾ ഈ നല്ലതായിട്ടുള്ള ആൾക്കാരുമായിട്ടേ ഉള്ളൂ ഇവരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സഹവർത്തത്തിലേക്ക് ഏർപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാനിപ്പോ നിങ്ങൾ LP സ്കൂളിലെ കുട്ടികളുടെ രക്ഷകർത്താക്കളുണ്ട്. ഇവർക്ക് ഞാൻ പറയുന്നത് മറ്റേ കതിരിൽ വളം വെക്കുന്നതിന് പകരം ഇവര് നിങ്ങൾക്ക് കുറെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരെ കൊണ്ടുവരാൻ പറ്റും. ബാക്കി ഈ ഒരു ഹൈസ്കൂൾ തലത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്താഗതി അന്ന് നമ്മളെന്താ പറയുന്നത്, ഈ ചരട് പട്ടം പൊട്ടിപ്പോത്തില്ല, അതേ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് പോകുന്ന ഒരു അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. കാര്യം എന്നിട്ട് ഇപ്പൊ ഞാൻ എന്റെ ഞാൻ പല സ്കൂളുകളിലും ചെന്നിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഇരിക്കും. ഇപ്പൊ പ്രധാന അധ്യാപകർ ഇങ്ങനെ ഇരിക്കുക, വന്നിട്ട് പറയാം ടീച്ചറെ ഒരു രക്ഷയില്ല, 24 hours മൊബൈൽ ഫോണിലാണ്. ടീച്ചറോട് പറയാം, ടീച്ചർ എങ്ങനെയെങ്കിലും പറഞ്ഞു റെഡിയാക്കണം. ഞാനിങ്ങനെ ലാസ്റ്റ് രക്ഷകർത്താക്കൾ ക്ലാസ്സിൽ കയറിയിട്ട് ഞാൻ സംസാരിച്ചു. 10 മണി തൊട്ട് എത്ര മണി വരെ സ്കൂളിൽ കുട്ടികൾ? 4 മണി വരെ. 4 മണിക്ക് മൊബൈൽ ഫോൺ വല്ല കയ്യിലുണ്ടോ അവിടെ? എന്നിട്ടാണ് പ്രധാന അധ്യാപകരോട് പറയുന്നത് മൊബൈൽ ഫോൺ അവരെടുക്കുന്ന കാര്യത്തിൽ ടീച്ചറൊന്ന് ശ്രദ്ധിച്ചോണം. ഈ 4 മണി കഴിഞ്ഞ് ബാക്കിയുള്ള സമയം ആറേലായിരുന്നത് രക്ഷകർത്താവിന് വയ്യ. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഈ സാധനം കൂടി രക്ഷകർത്താവ് എന്ത് ചെയ്തിരിക്കുക, ടീച്ചറുടെ തലയിലേക്ക് വെച്ചിരിക്കുക. അതായത് എന്റെ ജോലി ഈ പണി സമാനമായിട്ട് പോയി നോക്കണം എന്ന് പറഞ്ഞു. ശരിയാണ്. ഞാനിങ്ങനെ ഇതുപോലെ ടീച്ചറോട് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഈ യൂണിഫോമിൽ തന്നെ അവിടെ ഇരിക്കുമ്പോൾ ഈ രക്ഷകർത്താവ് പരാതി പറയുന്നത് 10 മണി തൊട്ട് 4 മണി വരെ കിട്ടുന്ന ടീച്ചറോട് എന്ന് പറയാം, ടീച്ചർ ഇവിടുത്തെ വിനോദ പഠന കാര്യങ്ങളിലാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്. കാര്യം നിങ്ങളും അറിയേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ മാതാപിതാക്കൾ അറിയേണ്ട കാര്യമുണ്ട്. നിങ്ങളുടെ കുട്ടിയുടെ മുഖത്തൊരു നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചൊരു വിഷാദം പെട്ടെന്ന് ടീച്ചറിന്റെ വിളിക്കും. ഒരു കുട്ടിക്കുണ്ടാകുന്ന വ്യത്യാസം ടീച്ചർക്ക് കറക്റ്റ് അറിയാം. നിങ്ങൾക്കറിയാൻ പറ്റും? ആരും മിണ്ടുന്നില്ല. അറിയാൻ പറ്റേ? അറിയണം. സ്കൂളിൽ നിന്ന് കുട്ടി തിരിച്ചു വരുമ്പോൾ എന്താണ് ഉണ്ടാകുന്ന അവന്റെ രൂപഭാവ മാറ്റങ്ങൾ എനിക്കറിയാൻ പറ്റും. ഞാനപ്പോ തന്നെ ചോദിക്കും, നമുക്ക് ഒരു ഐസ്ക്രീം കഴിക്കാം, എന്തെങ്കിലും ആണ്ടാകുന്ന ചോദിക്കും. ചോദിച്ചു കഴിയുമ്പോൾ ചോദിക്കും എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കും. അപ്പൊ ഒരു കാര്യം പറയും, വഴിക്ക് വെച്ച് കുറച്ച് ആമ്പിള്ളേർ വന്ന് ചെല്ലെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ പറയും. നമ്മളോട് പറയും, വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് പറയും. അപ്പൊ അവര് നമ്മളോട് ശരി അടുത്ത ദിവസം അച്ഛൻ പോയി അവിടെ നോക്കിയിട്ട് ആരാണെന്നൊക്കെ ഒന്ന് പറയണമെന്ന് പറഞ്ഞു. അവർ നല്ല പഴമൊക്കെ തെളിയൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുന്നു. ഞാൻ പറഞ്ഞു കൂടെ ഇറക്കാമെന്ന്. ഞാൻ പറയാം ആമ്പിള്ളേർ അങ്ങനെ വിളിക്കുന്നുണ്ട്, അത് മോശമായ പ്രവർത്തിയാണ്. ഇത് നമ്മൾ കൊച്ചുപിള്ളേരായിരുന്നില്ല, കൊച്ചുപിള്ളേരിലും ചില ഈ പറഞ്ഞിരിക്കുന്ന നമ്മളില്ല. നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് ഞാൻ പറയില്ല, നേരത്തെ കഞ്ചാവും ഈ അതിന്റെ കാര്യം ഞാൻ പറയാം, സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ പോലും തിരിച്ചറിയാൻ വയ്യാത്ത, അതല്ല അടിക്കാത്തവന്മാർ അതേപോലത്തെ കുഞ്ഞുങ്ങളെ പോലും തിരിച്ചറിയാൻ വയ്യാത്ത കാലഘട്ടമാണ്. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളുടെ
ഒരു അന്യ വ്യക്തി കുഞ്ഞുങ്ങളെ ഏതെങ്കിലും രീതിയിൽ അപ്രോച്ച് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, നമ്മുടെ രക്ഷകർത്താക്കൾക്ക് അവര് ചിലപ്പോൾ തുറന്നു പറയാതെ പേടിച്ചിട്ടായിരിക്കും നിങ്ങൾ ഫ്രണ്ട്ലി ആയാലും ചിലപ്പോൾ പറയില്ല. ആ വലിയൊരു സംഭവത്തെ നമുക്ക് നിങ്ങളോട് തുറന്നു പറയുന്ന സ്കൂളിലെ ടീച്ചർമാരോട് തുറന്നു പറയുന്നതിലൂടെ അത് മാറി മനസ്സിലാവുന്നുണ്ടോ? ആ കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത് സൈക്കോകള് വാഴുന്ന സ്ഥലമാണ്. മനസ്സിലാവുന്നുണ്ടോ? കുട്ടികളുടെ അടുത്തും സ്ത്രീകളുടെ അടുത്തും ഈ പറയുന്ന അതിക്രമങ്ങൾ കാണിക്കുന്നു. അപ്പൊ ഇതിന്റെ മയക്കുമരുന്നിന്റെയും ഉപയോഗങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അത് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മള് അതിന്റെ ഒരു കാരണം എന്ന് പറയുമ്പോൾ ഇപ്പൊ ആദ്യം തുടങ്ങുന്ന ഈ ലഹരി എന്ന് പറയുന്നത് നമ്മളിപ്പോ നേരത്തെ പറയുന്നത് മൊബൈൽ ഫോണിൽ നിന്നൊക്കെയാണ് തുടങ്ങുന്നത്. ഇതേപോലെ അഡിക്ഷനൊക്കെ നിന്നിട്ടാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ ഉത്പാദിപ്പിക്കുന്നതിന്റെ ഒരു അഡിക്ഷൻ വന്നു കഴിയുമ്പോഴാണ് ഇവർ അടുത്ത് വരുന്ന പുകയില പോലുള്ള ലഹരി പദാർത്ഥങ്ങളിലേക്ക് വരും. ഈ പുകയില പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ വന്നിട്ട് ഇതിൽ അവർക്ക് വലിയ ലഹരി കാണാതെ വരുമ്പോൾ അത് പിന്നെ ഈ പുകയ്ക്കുന്ന രീതിയിലേക്ക് വരും. അപ്പൊ അതിന്റെ പുകയ്ക്കുന്ന രീതിയിൽ വന്നിട്ട് ഏറ്റവും മോഡേൺ ആയിട്ട് വരുന്നൊരു സംഭവമാണ് ഈ പറഞ്ഞിരിക്കുന്ന സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അതില് MDMA എന്ന് പറയുന്ന ഒരു മാരകമായ ഒരു ഇതുണ്ട്. ഇതൊക്കെ എല്ലാം മിക്കതും ഡ്രഗ്സുകളാണ്. നമ്മുടെ ഇപ്പൊ സാറിനൊക്കെ നമ്മുടെ ഇവിടെ സാറ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഇപ്പൊ റമഡോളം എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്. ഇതൊക്കെ വേദന എന്താ പറയുക ഓപ്പറേഷൻ കഴിഞ്ഞ് മോർഫിൻ ആസ്പിരിൻ എന്നൊക്കെ പറഞ്ഞ വേദന സംഹാരികളുണ്ട്. ഇവയൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ ഇവിടെ മറ്റേ സാധനകാറിയുണ്ട്. ഇവിടെ വെച്ച് മൊത്തം അസ്ഥി കാണുന്ന രീതി കീഴിയാൽ അസ്ഥി ഒടിഞ്ഞാൽ ഈ സാധനങ്ങൾ ഇൻജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലാമസിലേക്ക് ഈ സംവേദനങ്ങളെ കടത്തിവിടാതെ നമുക്ക് ഈ വേദന അറിയാതെ മരവിച്ചിരിക്കുന്ന പറഞ്ഞില്ല, നമ്മൾ പണ്ട് പറയാൻ മരവിപ്പില്ല, ആ ഒരു അവസ്ഥയിലേക്ക് വരുന്ന മരുന്നുണ്ട്. അവയൊക്കെയാണ് ഇവർ ഈ കുത്തി വെച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ വളരെയധികം ഇതാക്കി മാറ്റും. ഈ MDMA ഒരു പ്രത്യേകം പറഞ്ഞു. ഇപ്പൊ നമ്മളിപ്പോ അതിനൊരു പ്രധാനപ്പെട്ട സംഭവം പറഞ്ഞാൽ ഇതിപ്പോ നമുക്കറിയാം ചിലർക്ക് ഭയങ്കര പാനീയങ്ങൾ കൊക്കക്കോള പെപ്സി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നിങ്ങൾ ഒരു നാരങ്ങ വെള്ളം മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഫാഷനിലൊരു ഇതാണ്. നമ്മളൊക്കെ പണ്ട് കട്ടൻ ചായ ചായയും കട്ടൻ ചായ ഞാൻ നമുക്ക് കുടിച്ചില്ലെങ്കിലാണ് നമുക്കതിന് തുടക്കത്തിൽ നമ്മുടെ ലഹരി എന്ന് പറയുന്നത് തുടങ്ങുമ്പോൾ പറയുമ്പോൾ ഈ ചായയും കാപ്പിയുടെയും കാര്യം പറയണം. ഉറമലാണ് നമ്മൾ തുടങ്ങുന്നത്. ഇതിൽ ചായ കുടിക്കുന്ന എല്ലാ ദിവസവും ചായ കുടിക്കുന്ന കൈ വെക്കില്ല, കാപ്പി അല്ലെങ്കിൽ ചായ ചെറിയ പേര് കൈ വെച്ചേക്കും കാപ്പിയാണെന്ന് പറയും. ചായ കാപ്പിയും മാറി വരും. ഇതിനകത്ത് നിങ്ങൾക്കറിയാം തേയിന്ന് പറഞ്ഞും കാപ്പി എന്നും പറഞ്ഞ രണ്ട് സാധനം ആഗ്ലോയില്ല. ഈ സാധനം നമുക്കറിയാൻ പറ്റും. നമ്മൾ ഒരു ദിവസം കുടിച്ചില്ലെങ്കിൽ ഒരു ചെറിയൊരു ഭയങ്കരമായിട്ടൊരു നമുക്കൊരു ഉമിഷ്ടം പോലൊക്കെ തോന്നും. ഈ സാധനം തന്നെയാണ് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗിക്കുന്നതിലൂടെ പറ്റുന്നത്. ഇതെന്നാണ് നേരത്തെ പറഞ്ഞാൽ ആ മൊബൈൽ ഫോൺ കിട്ടാതെ വരുമ്പോഴും ഇവർക്ക് സംഭവിക്കുന്നത്. നിങ്ങൾ ചെന്ന് നോക്കിയാൽ നിങ്ങളിവിടെ ഒരു മൊബൈൽ ഫോൺ എടുത്ത് വെച്ചിട്ട് മോനെ ഇത് എടുക്കാതെ ഒരു എത്ര സമയം ഇരിക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ അപ്പൊ അവരുടെ മുഖഭാവമൊക്കെ നിങ്ങളൊന്ന് കാണണം. പിന്നുമായിരുന്ന ആ ലഹരിയുടെ അത് നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ മുഖത്ത്. നിങ്ങൾ നോക്കിയോ കുട്ടികളുടെ നോക്കിയിട്ട് ഇത് ഞാനിവിടെ വെക്കണം, അമ്മ ഇവിടെ വെക്കണം, നീ എത്ര സമയത്ത് വരെ ഇതിന് എടുക്കാതെ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് നീ നോക്കണം പറഞ്ഞാൽ ദേഷ്യം കൊടുക്കും. ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരല്ല. ഞങ്ങളൊക്കെ ലഹരി വസ്തുക്കളുടെ വീടുകളിലൊക്കെ നോക്കി ചെല്ലുന്ന പ്രധാന സിറ്റൗട്ടിന്റെ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലാസ്സൊന്നും കാണത്തില്ല. പിന്നെ TV ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കൂടം വരച്ച് വെച്ചിരിക്കാനൊക്കെ തല്ലിപ്പൊട്ടിച്ചൊക്കെ വെച്ചിരിക്കണം. ഇവർക്ക് ഇതിന്റെ പൈസ കിട്ടാതെ വരുമ്പോൾ ചോദിച്ച് കിട്ടാതൊക്കെ വരുമ്പോൾ ഇവർക്ക് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അവരുടെ അക്രമ സാധ്യത ആദ്യമൊക്കെ നാണം കുണിങ്ങും. അതാണ് ഏറ്റവും വലിയ രസം. ഇത് ഉപയോഗിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം സാറിന്റെ വീടിന്റെ അടുത്തുള്ളതാണെന്നുണ്ടെങ്കിൽ ഇവർ ആരെയൊക്കെ വന്നിട്ട് സാറ് പറയും ഇപ്പോഴൊരു പൈസ പഠിച്ചായിരിക്കും ആരോടും നേരെ നിന്ന് പോലും സംസാരിക്കുന്നതാണ്. കാര്യം അവനും അപ്പം ഭയങ്കര ഷൈയാണ്. ഇത് ഉപയോഗിച്ച് വീടിന്റെ അകത്ത് തന്നെ ഒറ്റയ്ക്കിരിക്കും. ബാത്റൂമിലേക്ക് ഒരുപാട് സമയം എടുക്കും. വിളിച്ചു കഴിഞ്ഞാൽ 12 മണി ചിലപ്പം 12 മണിക്കൊക്കെ ഇവന് എഴുന്നേക്കും. നമ്മള് വീട്ടിലുള്ള സമയത്ത് ഇവന് എഴുന്നേറ്റിട്ട് 12 മണിക്കൊക്കെ എഴുന്നേക്കും. 3 മണി 4 മണിക്കൊക്കെ വന്നിട്ട് ഇവിടെ വളരെ ഈ ക്രമാതീതമായ ശബ്ദത്തിൽ പാട്ട് കേൾക്കുക, വാഹനങ്ങൾ ഓടിക്കുക, ഇതൊക്കെയാണ് അവിടെ ക്രൈസ് എന്ന് പറയുന്നത്. വളരെ ഭയങ്കരമായിട്ട് ശബ്ദം കേട്ട് നമ്മളൊക്കെ വിചാരിക്കും ആയിരത്തേരൊന്നും നമ്മളെ തല്ലുമെന്ന് പറയും പാട്ട് വെച്ച് കേൾക്കുന്നത്. ഇങ്ങനെയൊക്കെ പറ്റില്ല. ചിലരാണ് വളരെ സാധനം നമ്മള് മോന്തിക്കിട്ട് കുത്തിയാൽ പോലും ഉണ്ടത്തില്ല. അങ്ങനെയുള്ളവർ പക്ഷെ 2 രീതിയിലാണ് ഇതിനെ ഇതാക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ചിലർ വയലിന്റെ ഒക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ കൈ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് തലക്കിട്ട് തല്ലിപ്പിടിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ഇതിലൊരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ഇതിവരിൽ സംഭവിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇവർ ഒരെണ്ണത്തിൽ ഒരു ഉപയോഗം കഴിഞ്ഞില്ല നമ്മുടെ കുട്ടികളെ മറ്റുള്ളവരെ എല്ലാം ഇതിന്റെ വലയിലാക്കാനായിട്ട് ഈ നമ്മുടെ ചെലന്തി ചെയ്യുന്ന ഇങ്ങനെ വല കിട്ടുന്ന കണക്ക് ഇങ്ങനെ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഏറ്റവും മെയിനായിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഈ പുകയിലേക്ക് തുടങ്ങുന്ന ഈ ആൾക്കാരെന്ന് പറയുന്നത് ഇവർ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഈ സാധനം വീണ്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ കാശ് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത അവരെ കൂടി ഇതിൽ പെടുത്തി കഴിഞ്ഞാൽ എനിക്കത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാമല്ലോ എന്നുള്ള രീതിയിൽ ഇപ്പം പതുക്കെ ഇതിൽ കൊണ്ടുവരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ് കുട്ടികളുടെ ഇടയിൽ സംഭവിക്കുന്നത്. പിന്നെ ഇതിന്റെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മുതിർന്നവരാണെങ്കിലും ഏതാണെങ്കിലും നമ്മുടെ ബന്ധത്തിലുള്ള കുട്ടികളാണ് നമുക്കൊരു അപരിചിതരായി നിന്ന് ഈ പാനീയങ്ങൾ പോലുള്ള സാധനങ്ങൾ മേടിക്കണം, കുടിക്കരുത്. കാര്യം ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
ഈ MDMA പോലുള്ള ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് പാനീയങ്ങളിൽ കലർത്തി ഏതെങ്കിലും രീതിയിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് 16 മണിക്കൂറാണ് ഇതിന്റെ ഈ എഫക്റ്റ് നിൽക്കുന്നത്. ഈ എഫക്റ്റ് നിന്ന് ഒറ്റ ഉപയോഗത്തിൽ തന്നെ അടുത്ത ഈ 16 മണിക്കൂർ കഴിഞ്ഞ് ഒരു ചെറിയൊരു മയക്കോടെ കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറൊന്നും മയം കഴിഞ്ഞ് വരുമ്പോൾ അവൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ അവളെ ചോദിക്കുന്നത് ഏതാണ് ആ പാനീയം കൊണ്ടാണ് അത് ചോദിക്കുന്നത്. മനസ്സിലായോ? ഒറ്റ ഉപയോഗത്തിൽ തന്നെ അഡിക്റ്റഡ് ആണ്. പിന്നെ തല കുളക്കുന്ന പോലെയൊക്കെയാണ് അവർ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള സിന്തറ്റിക് ഡ്രഗ്സുകളും വാഴുന്ന സ്ഥലമാണിത്. അപ്പം എന്താ നമ്മള് അപ്പം ഈ സിന്തറ്റിക് ഡ്രഗ്സിന് ഇങ്ങനൊരു കുഴപ്പമുണ്ട്. മനസ്സിലായോ? ബോധപൂർവം ഉപയോഗിച്ചില്ലെങ്കിൽ, മനസ്സിലാകുന്നുണ്ട്, ബോധപൂർവം അല്ലെങ്കിൽ ഇത് ഒരിക്കലും ഉപയോഗിച്ചാൽ അതിന് അഡിക്റ്റഡ് ആയി തീരും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, നമുക്ക് നമ്മുടെ ഒരു സൗഹൃദം നയിക്കുന്ന ഒരു വീട്ടിലേക്ക് നമുക്ക് ഈ കുട്ടികളെ വിടാൻ പറ്റുമോ? വിടാൻ പറ്റുമോ? നമ്മുടെ ബന്ധുക്കളുടെ ഇതാണ്. അപ്പൊ നമ്മള് മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ കോളേജിൽ കോളേജിൽ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ബോയ്സ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ ഇന്ന് വെള്ളം മേടിച്ച് കുടിച്ചു. നോർമലി കുടിക്കുന്ന ഡബിൾ വാട്ടർ പോലെ എനിക്ക് ഫീൽ ചെയ്തു. കുടിച്ച് കഴിയുമ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റും. എനിക്ക് വീട്ടിൽ വന്നിട്ടൊന്നും ഓർമ്മയില്ല. തിരിച്ചു വന്ന് കണ്ട് ഫോണിലൊക്കെ ഉറങ്ങിയിട്ട് എൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് വരെയാൻ പറഞ്ഞു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതുപോലെ തന്നെ കുറച്ച് വേറൊരു ഇഷ്യൂ ഉണ്ട്. എല്ലാവരും എനിക്ക് ഷെയർ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ബാഗ് വെടി വെച്ചിട്ട് അതൊന്നും എക്സാം എഴുതും. അപ്പോൾ ടീച്ചർ കുറച്ച് ബോയ്സ് ഒക്കെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ടീച്ചർ ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ ബാഗ് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് മറ്റേ കൂളെന്ന് പറയുന്ന ഒരു പാക്കറ്റ് സാധനം എൻ്റെ വീട്ടിൽ. ഞാനിത് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് പാനിക്കായി. ഇതെങ്ങനെ എൻ്റെ ബാഗ് വന്നു? ഇപ്പൊ ഞാൻ എൻ്റെ അപ്പച്ചോടൊക്കെ പറഞ്ഞു ഇത് എൻ്റെ കയ്യിലുണ്ട്, എങ്ങനെ വന്ന് എനിക്കറിയത്തില്ല. ഇതേ സമയം എൻ്റെ ബ്രദറിന്റെ കയ്യിലായിരുന്നു. അപ്പൊ ബ്രദർ ബോയുടെ കയ്യിൽ നിന്നാണ് വീട്ടിൽ നിന്നാണെങ്കിലും അത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവനത് യൂസ് ചെയ്തതാണെന്ന് നമ്മളെല്ലാവരും സംശയിക്കും. അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വേറൊരാളെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അതെന്റെ ഈ വരത്തില്ലേ. അങ്ങനെ നമ്മൾ അറിയാതെയും കുറെ കാര്യങ്ങൾ ഇങ്ങനെ അത് ഇതിൻ്റെ അകത്തെന്ന് പറയുന്നത് നമ്മള് വളരെ ഇതിപ്പോ പറഞ്ഞിരിക്കുന്ന നമ്മൾ ജനത പറഞ്ഞത് നമ്മള് ബോധം വേണമെന്ന് ജനത പറയുന്നത് നേരത്തെ പറഞ്ഞൊരു സംഭവം. നമ്മളിപ്പോ ഒരു ലഹരിയിലൂടെ നമ്മൾ പണ്ട് പറയത്തില്ല നോയെന്ന് പറയാണ്ട് ജനത പറയുന്നത് നിങ്ങൾ കുട്ടികൾ ഇപ്പൊ നമ്മളിപ്പോ അതിന്റെ തുടക്കം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് നല്ലതേത് ചീത്തതയെന്ന് പറയും. അവിടെ തൊട്ടാണ് ഞാൻ ഇത് വരാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. അതായത് നല്ലതേത് ചീത്തതയെന്ന് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഉദാഹരണം നമ്മളൊരു നല്ല മാമ്പഴം വെക്കുന്നു, ചീത്ത മാമ്പഴം വെക്കും. നിങ്ങളിപ്പോ ഈ LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് മൊബൈൽ ഫോൺ നല്ലതേത് ചീത്തതെന്ന് പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് മൊബൈൽ ഫോണിന്റെ ആവശ്യമില്ല. അത് പറയാൻ മനസ്സിലാകുന്നത്. അവർക്ക് സർഗാത്മക കഴിവുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗം വേണ്ട, അവർക്ക് ആവശ്യമില്ല. പണ്ട് കോവിഡ് വന്നതുകൊണ്ട് മാത്രമാണ് ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമുക്ക് മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സംവിധാനം കുട്ടികൾക്കിടയിൽ കൊടുത്തത്. കുട്ടികളെ സംബന്ധിച്ച് മൊബൈൽ ഫോണിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ ഞാൻ അതിനെ മൊത്തം നിഷേധിക്കുകയല്ല. ചില ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ, ഇപ്പം ഉയർന്ന ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പം നമുക്ക് സ്കൂളിൽ ടീച്ചർ പഠിപ്പിച്ചപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം ഇപ്പോൾ ഒരു ന്യൂട്ടന്റെ നിയമങ്ങൾ പഠിപ്പിച്ചപ്പോൾ ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലായില്ല. അത് നമുക്ക് യൂട്യൂബിൽ അവിടെ ക്ലാസ്സുകളുണ്ട്, അത് വേണം നമുക്ക് കേൾക്കാം. അത് ഉയർന്ന ക്ലാസ് വരുമ്പോൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അതും ഇല്ലല്ലോ. ഇല്ല. പിന്നെ നമ്മൾ ഈ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് വരുമ്പോഴെന്ന് പറയുമ്പോൾ നമ്മൾ പ്രായമുള്ളവർ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇവർക്ക് നല്ലതേത് ചീത്തതേതെന്നുള്ള ഒരു ചെറിയൊരു ഐഡിയകൾ വരും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്. നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതിനേക്കാൾ വലിയ മൊബൈൽ ഫോണാണ് ഇപ്പോൾ ഇരിക്കുന്നത് MBBS ഡോക്ടർമാരുടെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഈ ഡോക്ടർമാരാണ് അല്ലെങ്കിൽ ഇവർ IAS-കാരാണ് എന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസം എല്ലാ അറിവിൻ്റെയും വലിയ നിറഞ്ഞ ഗുണമല്ല. കാര്യം ഞങ്ങളുടെ കേസുകളിൽ വരുമ്പോഴെല്ലാം ഈ വിഭാഗം വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ പറയേണ്ടത്. അറിവെന്ന് പറയുന്നത് നമ്മൾ വെറും നമ്മുടെ വിദ്യാസമ്പാദനം മാത്രമല്ല, ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നല്ലതും ചീത്തതും അറിയാവുന്ന പ്രഥമമായ ലക്ഷ്യം. അതാണ് ടീച്ചർമാർ നിങ്ങൾ എപ്പോഴും ഈ കുട്ടികളോട് അത് ചെയ്യല് ഇത് ചെയ്യലെന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പാഠഭാഗങ്ങൾ പഠിച്ചു മാർക്ക് മേടിക്കുന്ന ഘടകം അത് വേറൊരു സ്ഥലം. പക്ഷെ എപ്പോഴും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കണം? നല്ലതും ചീത്തതും അറിയുന്ന ആയിരിക്കണം. അങ്ങനെയുള്ള കുട്ടികളായിരിക്കണം വേണ്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ ലോക പ്രശസ്തരായ പലരെയും എടുത്തു നോക്കിക്കോ. നിങ്ങൾ അവരുടെ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ അവരുടെ ജീവചരിത്രം വായിച്ചു. അവരൊന്നും എല്ലാ വിഷയത്തിനും ഫുൾ മാർക്ക് മേടിച്ചവരൊന്നുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആണോ? ഈ ലോകത്തെ കീഴ്മേൽ കുറിച്ച് എല്ലാവരും നിങ്ങളെടുത്തു. അവരൊന്നും അക്കാഡമിക്കലി വലിയ ബെനിഫിറ്റുള്ളവരല്ല. ഞാൻ നോക്കിയാൽ ഇതിന് വിദ്യാഭ്യാസത്തെ കുറേ അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ നമ്മൾ പറയുമ്പോൾ യൂണിവേഴ്സിറ്റി പറയുമ്പോൾ അതിന് വിളിക്കും.
അവിടെയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ നമുക്ക് ഈ ബിൽഗേറ്റ്സിന്റെ ഒരു കഥ പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടാ അറിയും. ബിൽഗേറ്റ്സ് എന്ന് പറയുന്നത് വലിയ പഠിക്കാൻ പഠിക്കണമെന്നല്ല ആയിരുന്നോ. അദ്ദേഹം പറയുന്നത് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന എന്റെ കൂടെ പഠിച്ചവർ ഇപ്പൊ ഇന്നിപ്പം ലക്ഷങ്ങളും കോടികളും ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. പക്ഷെ ഞാനന്ന് പഠിക്കാനൊന്നും എടുക്കുന്നതല്ല. എന്റെ കൂടെ പഠിച്ച ഏറ്റവും നല്ല ടോപ്പിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളും കോടികളും മേടിക്കുന്ന ജോലി ചെയ്യുന്നവരാണ്. പക്ഷെ ആ ഒരു ജോലി സ്ഥലത്തിന്റെ ഉടമസ്ഥനാണ് ആര്? അതേപോലെ വ്യത്യാസം. അവര് നല്ലോണം പഠിച്ചപ്പോൾ അതായത് നമ്മൾ പഠനവും ഇതിനെയും കൂടെ ചെന്ന് നമ്മുടെ ജീവിതത്തെ എങ്ങനെ വിജയകരമായി കൊണ്ടുപോകും. അവിടെയാണ് ഒരു ടീച്ചർ. അങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്നത്. അപ്പൊ ടീച്ചർക്ക് എന്ന് പറയുന്നത് പഠിക്കാത്തവനൊന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ടീച്ചർക്ക് എല്ലാവരും അവരുടെ കുട്ടികളാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള നമ്മളിപ്പം എന്ന് വെച്ച് പഠിക്കുന്നവർക്ക് പഠിക്കുന്ന രീതിയിൽ അവരെ ആ രീതിയിൽ ശ്രദ്ധിക്കും. ചിലപ്പോൾ പഠിക്കാത്തവരെ സംബന്ധിച്ച് ചിലപ്പോൾ അവന് ഗായകർ ഇപ്പൊ നമ്മൾ ഓർത്ത് നോക്കിയാൽ നമ്മൾ അറിയപ്പെടുന്ന ഗായകരെല്ലാം അക്കാഡമി തലത്തിൽ വലിയ വെൽ സെറ്റപ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അല്ല, നടന്മാര്, നമ്മൾ ഇഷ്ടപ്പെടുന്ന നടന്മാര് അല്ലെ, രാഷ്ട്രീയക്കാര്, ഇവരൊക്കെ എടുത്ത് അവരെല്ലാം അക്കാഡമിക്കലിട്ട് അങ്ങനെയല്ല. ഈ കുട്ടികൾ ആരാകും അതുകൊണ്ട് ഞാൻ പറയാം, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവരെ നാളത്തെ ആരാകും. ഇപ്പൊ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് പോസ്റ്റ്മാനായിട്ട് മരം വെട്ടുകാരന്റെ മകനായിട്ടിരുന്ന് അല്ലേ, പിന്നീട് ഒരുപാട് തവണ പരിശ്രമിച്ച് ഈ പറയുന്ന വഴിവിളക്കുകൾക്കിടയിൽ പഠിച്ചു, വഴിവിളക്കടിയിരുന്ന് പഠിച്ച് സ്കൂളിൽ വരുമ്പോൾ ചോദിച്ചപ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞ കൂട്ടുകാരെല്ലാം ചിരിച്ച് പരിഹസിച്ച ആള് അമേരിക്കൻ പ്രസിഡന്റ് അബ്രഹാം ലിങ്കൺ, വളരെ ദാരിദ്ര്യത്തിൽ നിന്നിരുന്നതാണ്. എന്ന് പറയുന്നത് നമ്മളൊരു കുട്ടി അത് ആരായിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് അവർക്ക് വേണ്ട വഴിതെളിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെ വഴിതെളിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, ഇതേപോലുള്ള ഈ ദുഷ്ടശക്തികൾ അതിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ പല അംഗങ്ങളും വരും. ഇപ്പൊ നമുക്ക് കാണാവുന്ന ഒരു സമയം ഇപ്പൊ പിറന്നാളൊക്കെ വന്നു കഴിയുമ്പോൾ അപ്പുറപ്പുറമൊക്കെ ഇട്ടിട്ട് ഇപ്പൊ കുട്ടി ഇരിക്കുന്ന സമയത്തായിരിക്കും അച്ഛനും ഈ പറയുന്ന അമ്മാവന്മാരും ഇവരെല്ലാം ചിറ്റപ്പന്മാരെല്ലാം ഇരുന്ന് സ്മോളടിക്കുന്നു. ഇപ്പൊ കുട്ടി ഇതിന്റെ ഇടയിൽ കൂടെ കയറി ചിലപ്പോൾ അലമാരിക്കകത്ത് സാധനം എടുത്തുകൊണ്ട് പോകുമ്പോൾ നോക്കുമ്പോൾ അവൻ നോക്കുമ്പോൾ ഇത് നാളെ ഇത് എനിക്കും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെന്ന് അവന്റെ മനസ്സിൽ ഇതാവും. അതിനപ്പുറം നമ്മളാണ് തെറ്റുകാർ. ശരിയല്ലേ? ഒരു നിസ്സാരൊരു കഥ പറയാം. വളരെ കോൺട്രാക്ടറായിട്ടിരിക്കുന്ന ഒരാള് ആ കോൺട്രാക്ട് പണിയൊക്കെ ചെയ്ത് അയാൾ വലിയ സമ്പാദ്യവും പണിയും ആളുകൾക്ക് ഉണ്ടാക്കാനുള്ള ആസ്തിയുള്ള ആളാണ്. അയാളിങ്ങനെ ഒരു സാധാരണ വീട്ടിലേക്ക് കഴിഞ്ഞ് സ്വന്തം മകനെയും അതേ രീതിയിൽ വിദ്യാഭ്യാസം ചെയ്ത് വലിയ ഇതാക്കി പഠിത്തവും ഇതെല്ലാം വരുത്തി കഴിഞ്ഞ് അവസാനം ആ മോനം ചെയ്യുന്നറിയോ, കല്യാണം കഴിക്കുന്ന സമയമായപ്പോൾ അവനെന്ത് ചെയ്യും, അവന്റെ കല്യാണത്തിനനുസരിച്ച് നല്ലൊരു വീട് വലിയൊരു വീടുണ്ടാക്കി, പഴയ വീടാണ്. ആ സമയമായപ്പോൾ അച്ഛനും തെറ്റി പ്രായാധിക്യത്തിൽ അച്ഛനെ നോക്കാനായിട്ട് വയ്യാതെ ഒരു ഹോം നേഴ്സിനൊക്കെ റെഡിയാക്കി അതിലവിടെ കടന്നിരിക്കണം. ഇവന് ഈ പുതിയ വീട്ടിൽ കല്യാണം കഴിച്ച് ഭാര്യയും മക്കളോട്ട് അവിടെ താമസിക്കും. ഈ പുള്ളിക്കാരൻ പ്രായം ചെന്ന അതായത് പൊടികളുണ്ടാക്കി ഇവരേക്ക് ഇവന്റെ മോന്റെ ഉച്ചയ്ക്കെല്ലാം താമസിച്ച് തീർക്കുന്ന ആളാണ്. അവസാനമായി കഴിഞ്ഞപ്പം എന്ത് ചെയ്തു, ഈ അച്ഛൻ മരിച്ചു, വീടെല്ലാം കഴിഞ്ഞപ്പോൾ ഈ വീട് പുള്ളിക്കാരൻ കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരന്റെ മോനെന്ന് പറഞ്ഞു അതെന്തിനാ വിളിക്കുന്നത്, അടുത്ത അച്ഛൻ പോയി കിടക്കണ്ടല്ലേ, അതെന്തിനാ വിളിക്കുന്നത് കാര്യം അവൻ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മള് അതിന് നിമിത്തമായി അതാണ് സംഭവിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറി നിന്നിട്ട് ഇവിടെ നിന്ന് ഈ കുഞ്ഞുങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണിക്കും. 40 വയസ്സ് 10 20 വയസ്സുകൊണ്ട് അവൻ അമ്മയുടെ ഇത് കാണിച്ചു, അച്ഛനോട് ഇത് കാണിച്ചു, ഇങ്ങനെയൊക്കെ പറയുന്നു. അവന്റെ കൺമുമ്പിൽ ഇരുന്ന് ഓരോ കാര്യങ്ങളും ഓരോ ദുശീലങ്ങളെയും അവന്റെ ശീലങ്ങളാക്കി നമ്മൾ കൊടുക്കുവോ? നമ്മൾ ആ ഭാഗത്ത് നിൽക്കുക. അതിനെല്ലാത്തിനും നമുക്ക് പങ്കുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞില്ല, ഇപ്പൊ നമ്മള് ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഇപ്പൊ എല്ലാം അണുകുടുംബോ, എന്റെ ഭർത്താവ്, എന്റെ മക്കള്, ഭാര്യ അല്ലെങ്കിൽ എന്റെ മക്കൾ എന്നുള്ള രീതിയിലേക്ക് മാറിയില്ല. ഒരു അമ്മൂമ്മ അവന്റെ വളർച്ചയിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഈ തള്ളയ്ക്ക് വേറെ പണിയില്ലെന്ന് കഴിയും. അല്ലെങ്കിൽ അച്ഛനെന്താ അവിടെ മുന്നേ വയസ്സായിട്ടിരിക്കുന്ന അച്ഛനവിടെ മിണ്ടായിരുന്ന പോലെ ഈ തലമുറയെന്ന് പണ്ട് നമ്മളെ ഈ പ്രായമുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. എനിക്ക് റോഡിന്റെ സൈഡിൽ പോയി നിന്നിട്ട് ഏതെങ്കിലും രീതിയിൽ ഈ 18 വയസ്സ് ഏതെങ്കിലും രീതിയിലുള്ള ഈ ദുശീലത്തിന് മറ്റേ സാധനം മേടിക്കാൻ പറ്റുമോ? അവിടെ എന്റെ ഏട്ടന്റെ കൂട്ടുകാർ, ഈ പറയുന്ന അയാളുടെ ആൾക്കാർ, ഇവരാരും പറഞ്ഞാൽ ആ കടയിലോട്ട് നമുക്ക് പോലും കടയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ കടക്കാരൻ ചോദിക്കും നീ ആ ശ്രീധരന്റെ മോനല്ലേ, അപ്പൊ അവിടെ നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ തിരിച്ചു. അതേപോലുള്ള കടക്കാരാണ് കൊടുക്കണം. ആ കടക്കാർക്കും ഒരു പ്രത്യേക സ്നേഹവും കാര്യങ്ങളും കുട്ടികൾ കൊടുക്കുന്നത്. ഇന്ന് കൊപ്പലാഭം കിട്ടാൻ വേണ്ടി നമ്മുടെ ഈ സ്കൂളിന്റെ കുട്ടിപ്പുറത്തുണ്ടെന്ന അഞ്ചും ഈ ശമ്പവും ഈ പറയുന്ന സാധനങ്ങളും നിൽക്കുന്നു. ഇപ്പോഴത്തെ അവരുടെ മനസ്സിന്റെ സ്ഥിതി ഉണ്ടാവും. ആർക്ക് എന്ത് സംഭവിച്ചാലും കഴിയില്ല, എനിക്ക് എന്റെ ജീവിതം കിട്ടുന്നു. എന്നിട്ടോ ഇവരുടെ തലമുറയിൽപ്പെട്ട 3-4 പേർക്ക് ക്യാൻസർ വരുമ്പോഴാണ് അവർ അറിയുന്നത് ഇത് പ്രശ്നമാകുന്നത്. അവർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അടുത്ത തലമുറയിലേക്ക് പോയിട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ തിരിച്ചറിയുമ്പോഴേക്കും നമ്മുടെ ഇവിടുത്തെ കുറെ കുട്ടികൾ
ഇല്ലാതാക്കി തരികയുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ സമൂഹം. അപ്പോൾ നമ്മുടെ സമൂഹത്തിന് സംഭവിച്ച അപജയങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ നമ്മൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം. അപ്പൊ എനിക്ക് എപ്പോഴും എനിക്ക് കിട്ടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന പഞ്ചായത്തിലുള്ള ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്കറിയില്ല, ഇവർക്ക് ഒരു അധികാരങ്ങളെന്ന് പറഞ്ഞ ഇവരിൽ ആൾക്കാരാണ്. ഞാൻ അവിടെ ഇതാക്കി പറയില്ല. ഒരു പഞ്ചായത്തിന്റെ ഒരു അധികാരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലവർക്ക് പെട്ടെന്നൊരു സമൂഹത്തെ ആദ്യത്തെ ഒരു മാസം പെട്ടെന്ന് റെഡിയാക്കി കളയാനൊക്കെ തോന്നലുണ്ട്. പക്ഷെ അത് ഒരു മാസം കഴിയുമ്പോൾ അതൊക്കെ അവരുടെ ഊർജ്ജവും ഇതെല്ലാം മാറും. പിന്നെ അവർ അതിൻ്റെ ഒരു ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോകും. ശരിയല്ലേ? ടീച്ചർമാർ വരും. ഇപ്പൊ ഞാനിപ്പോ അവരെ പറഞ്ഞ അവരുടെ ഭാഗത്തുണ്ടാകുന്ന കുഴപ്പങ്ങളാവും. ടീച്ചർമാർ വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ പരീക്ഷകളൊക്കെ ഇത് നടത്തി അല്ലെങ്കിൽ ഈ പറയുന്ന കോച്ചിങ് കിട്ടി ഇപ്പൊ ഇവര് നല്ല സമൂഹത്തിലാക്കിയെന്ന് പറയുന്നത് ടീച്ചറിന് ഒരു അധ്യയന വർഷത്തിൽ ഇത്ര ഒരു ഇത് കൊടുത്തേക്കും ടാർഗറ്റ്. ഇതനുസരിച്ച് പാഠങ്ങൾ പഠിപ്പിച്ച് ആ സമയം ഇതിൻ്റെ ഇടയ്ക്ക് അവധികൾ വന്നു കഴിഞ്ഞാൽ അവരെ പഠിപ്പിക്കണം. ആകപ്പാടെ ടീച്ചറിന് ഇതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും കുട്ടികളുടെ ഇതിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ ഉള്ള സർവേകൾ ഇതെല്ലാം നടത്തി അവസാനം അതും കൊടുക്കും. മനസ്സിലാകുക? ഇതും ചെയ്ത് അവർക്കും ഒരുപാട് ടാർഗറ്റുകളും കാര്യങ്ങളും എത്തിക്കുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോ സമയത്ത് പഴയ അധ്യാപകരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം. ഇപ്പം പഴയ തലമുറയിലുള്ള നിങ്ങൾക്ക് പഴയ തലമുറപ്പെട്ട ആൾക്കാരായിരിക്കും. അതില് ഏതൊരു ടീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് അമ്മയ്ക്ക് തുല്യമാണ്. നമ്മൾ നമ്മൾ മാറോട് ചേർത്ത് കഴിഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളും തീർന്നു. അവർ കഴിഞ്ഞിട്ട് മുമ്പ് അല്ലെങ്കിൽ മുമ്പിലേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. നമ്മുടെ കുടുംബത്തിലൊരു അംഗം പോലെ ഇപ്പൊ നമ്മൾ ഓരോരുത്തരുടെ പേര് കൊടുക്കും. സുശീല സാറ്, ഈ പറഞ്ഞിരിക്കുന്ന രമ്യ സാറ്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സുലോന സാറ്, ഇങ്ങനെയൊക്കെ ഓരോരുത്തർ കമല ടീച്ചർ, ഇങ്ങനെ എല്ലാവരും പേര് നമ്മുടെ മനസ്സിൽ വരും. നിങ്ങൾ ഓർക്കണം, അന്ന് നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് അന്നൊക്കെ 1 രൂപ 2 രൂപ 3 രൂപയൊക്കെ ചേർത്തിട്ടാണ് ലാസ്റ്റ് 7ാം ക്ലാസ് തീർന്നു പോവുക. ഇപ്പൊ ക്ലാസ് മീറ്റിംഗ് വെക്കുക. 7ാം ക്ലാസ് മീറ്റിംഗ് 2 രൂപ 3 രൂപ കൂട്ടിച്ചേർത്ത് അപ്പം മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി ക്ലാസ് ടീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 4, 5, 5 മുതൽ 6, 7 വരെയുള്ള ക്ലാസ്സുകളിലേക്കുള്ള ടീച്ചർമാരെ ഒരാളായിരിക്കും. ഈ ടീച്ചർ അന്ന് ഒരു ചെമ്പ് കൂടാക്കാൻ മേടിച്ചു കൊടുത്ത് ടീച്ചർ നമ്മളെ കെട്ടിപ്പിടിച്ച് പറയുന്നത് നമ്മളും പറയുന്നത് ജീവിതത്തിൽ ഇതുപോലെ നമുക്ക് എന്ന് പറയുന്നത്. ആ സമയത്ത് ഇന്നത്തെ 7ാം ക്ലാസ് പിള്ളേർ ഈ പറഞ്ഞ ക്ലാസ് മീറ്റിംഗ് നടത്താനായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന അതിന്റെ സന്തോഷത്തിന് വേണ്ടി ചേർത്തലയില് ഞങ്ങളുടെ തൈക്കാട്ടുശ്ശേരിയിലെ കള്ള് ഷാപ്പിൽ 4 കുപ്പി കള്ളിന് പോയി നിൽക്കുക. അതിലെ 1 കുപ്പി കള്ള് കഴിച്ചിട്ട് അവൻ സ്കൂളിന്റെ അവിടെ വന്നിട്ട് കിടന്ന് 7ാം ക്ലാസ് പഠിക്കും. 12 വയസ്സ് ഇന്നത്തെ തലമുറപ്പെട്ട തൈക്കാട്ടുശ്ശേരിയിൽ ആ കള്ള് ഷാപ്പിൽ ആ ചുമലക്കാർ അയാൾ യൂണിഫോമും കണ്ടില്ല. അയാൾ ഈ പറഞ്ഞിരിക്കുന്ന ഇതാണ് നെറ്റ് പോലത്തെ സ്ഥലം. അവിടെ നിന്ന് പൈസ മേടിക്കും, കുട്ടിയും കൊടുക്കും. ഇതിന്റെ ഇടയ്ക്ക് യൂണിഫോം ഒന്നും നോക്കിയില്ല, പുള്ളി കൊപ്പമൊന്നും കണ്ടില്ല. കൈവരുന്നേ കണ്ട് ചോദിച്ചിട്ട് പോകുന്നേ കണ്ട് 6 മേടിക്കും. ഇത് മേടിച്ച് അയാൾ റിമാൻഡ് ചെയ്തു. 10-14 വർഷത്തേക്ക് ജയിലിലായിരുന്നു. നമ്മുടെ 7ാം ക്ലാസ്സുകാരും കൊടുത്ത മതി മുറുതു മതി. നമ്മളൊക്കെ അന്ന് ഈ പറയുന്ന മുട്ടയും ഈ പറയുന്ന അപ്പവും മേടിച്ച് നമ്മൾ അന്ന് ഏറ്റവും വലിയ ഈ പറഞ്ഞതിന്റെ കറയൊക്കെ എടുത്തിട്ട് മഷിക്കകത്താക്കി ഇങ്ങനത്തെ കൊടുക്കും. എന്നിട്ട് തന്നെ നമുക്കത് ഭയങ്കര വിഷമം തോന്നുന്നത്. ഇത് മഷി കൂടെ എന്നാൽ ഇത് ചില ആൾക്കാർ ദുഷ്ടശക്തി അന്നത്തെ ഉള്ളവരാണ് ഇതിനകത്ത് പറഞ്ഞാൽ കറ കൊടുക്കും. ആ വെള്ളം കൊടുക്കും അതിനെ പോകാം. ജീവിതത്തിൽ അവനെ പിന്നെ മറക്കത്തില്ല. അതിനുവേണ്ടിയായിരിക്കും അവരുടെ ജീവിതം. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇന്നിപ്പോ ഇവര് ഇത് എഴുതിക്കും. ഇത് കൂടാതെ നമുക്ക് പറയില്ല. ഇപ്പൊ അതായത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. നമ്മള് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മുടെ വീട്ടുകാർ ചെയ്യുമ്പോഴാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ പല ഈ ദൃശ്യമാധ്യമങ്ങൾ നിങ്ങൾ ഏതൊരു സാധനം എടുത്ത് ഇവർക്ക് ഭയങ്കര ഈ കൊലപാതകങ്ങൾ ഭയങ്കര കത്തിക്കുത്തി കാര്യങ്ങൾ കാണാൻ ഇവർ ഭയങ്കര ഇൻട്രസ്റ്റ്. നമ്മളൊക്കെ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഇത് കണ്ടിട്ട് ചില സമയത്ത് സിനിമാ തിയേറ്ററാണ് നമ്മൾ തിരിഞ്ഞിരിക്കും പേടിച്ച് ശരിയല്ലേ. ഇവരാണെങ്കിൽ നമ്മൾ ഇവരിതൊക്കെ എങ്ങനെയത് കാണുന്നു അത്രയ്ക്കും നമ്മൾ ദൃശ്യമാധ്യമങ്ങൾ പോലും ഇവര് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കും. നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ നായകനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരടിയൊക്കെ അടിച്ച് അവസാനം നിത്യക്കളിയില്ല വരുമ്പോഴാണ് 2-3 അടി അടിച്ച് അത് കൊല്ലത്തൊന്നുമില്ല. ഇപ്പോഴത്തെ നായകന്മാർക്ക് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവന്റെ കഴുത്തൊക്കെ വെട്ടിയിരുന്നത് അത് എന്നിട്ട് പറഞ്ഞിട്ട് കൈയടിച്ചു അങ്ങനെ പോകുന്നവരൊക്കെയാണ് ഇവർക്ക് ഇത്. അപ്പൊ ആ രീതിയിലുള്ള ഇവർക്ക് മീഡിയയും ഈ പറഞ്ഞിരിക്കുന്ന അതാണ് നമ്മുടെ എല്ലാവർക്കും ഇതിൽ പങ്കുണ്ടെന്ന് പറയുന്നത്. ഇതിലെ ഈ നമ്മൾ പറയുന്ന ജനാധിപത്യത്തില് നമ്മൾ പറയുമ്പോൾ ഉദ്യോഗസ്ഥർക്കായാലും ഈ പറഞ്ഞിരിക്കുന്ന സമസ്ത മേഖല നമ്മൾ ഇതിനെയൊക്കെ ഉള്ളപ്പോഴാണ് നമ്മള് ഏറ്റവും വലിയ ഉത്തരവാദിത്വം പറഞ്ഞത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് പഞ്ചായത്തിൽ ഞാൻ ചെന്ന് പറയുന്നു, സ്കൂളുകളിൽ ചെന്ന് പറയുന്നു, കുട്ടികളുടെ ചെന്ന് പറയുന്നു. കുട്ടികളെ നിങ്ങൾ ഇങ്ങനെയാണ്. ഞാനിപ്പോ അവരോട് ചോദിക്കുമ്പോൾ ഇപ്പൊ അവരോടല്ലേ ഞാൻ ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ അവർക്ക് കളക്ടറാണെന്ന് ആഗ്രഹമുള്ളവരുണ്ട്, ഡോക്ടറാണെന്നുള്ള ആഗ്രഹമുണ്ട്, ചിലർക്ക് നല്ല പാട്ടുകാരാണെന്നുള്ളവർക്കുണ്ട്, ചിലർക്ക് വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ ആണെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ അവരുടെ മനസ്സുകളിൽ പല പല ആഗ്രഹങ്ങളുണ്ട്. ഞാനെപ്പോഴും കുട്ടികളോട് പറയുന്ന കാര്യം നിങ്ങൾ കളക്ടറാണെന്നും ഡോക്ടറാണെന്നും പല കാര്യങ്ങളും പറയും, ചിലർക്ക് പല കാര്യങ്ങളും പറയും. അപ്പൊ ആകുമ്പോൾ ഞാൻ പറയുന്ന കാര്യം
ഈ രക്ഷകർത്താക്കൾക്ക് ഒരു കുഴപ്പമുണ്ട്. ഈ രക്ഷകർത്താക്കളുടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ രക്ഷകർത്താക്കൾക്ക് എന്നൊരു സംഭവം പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ പഠിക്കും, നമുക്ക് ചിലപ്പോൾ ആകാൻ പറ്റില്ല. എന്റെ മോള് മോൻ വന്നിട്ടാണ് അവരാരില്ല. നമ്മുടെ കാലം പോയി, അത് നമ്മളറിയണം. അവർക്കൊരു ഭാഷയുണ്ട്, അവർക്കൊരു ആഗ്രഹമുണ്ട്. ഞാൻ എപ്പോഴും അവരോട് പറയും, നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങളാകാവുള്ളൂ. എന്നിട്ട് ഞാൻ ഒരു കാര്യം കൂടെ എടുത്തു പറയും, അത് അച്ഛനും അമ്മയും ചിന്തിക്കുന്നതിന് അപ്പുറമായിരിക്കും. അത് അവരെ നിരാശപ്പെടുത്തി. ചിലരൊക്കെ പറയും ഞാൻ ഈ എന്താ ഷെഫായി മാറുന്നു പറയും. അവർക്ക് അതൊക്കെ ഞാൻ പറയാം, അത് പ്രൊഫഷണലായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ ഈ പറയുന്ന ജോലിക്കിടയിലാണെങ്കിലും നമുക്കൊരു 10-25 പേർക്ക് ആഹാരം വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള എൻ്റെ ഇളയ നോക്കാൻ അങ്ങനെ കുഴപ്പമില്ല. എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്കൊരു സന്തോഷം. എന്നിട്ട് അവളും അതിൻ്റെ കൂടെ നമ്മുടെ കൂടെ ഇങ്ങനെ കഴിക്കുമ്പോൾ അവർക്കൊരു സന്തോഷം. ചെറിയ ചെറിയ ഐറ്റങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത്. ചില അവർക്ക് തോന്നുന്ന യൂട്യൂബിലൊക്കെ കണ്ടിട്ട് കാണുന്ന കാര്യങ്ങളായിരുന്നു. അപ്പം അത് നമ്മളതിനെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഞാൻ പറയും ആവശ്യത്തിന് അതിന് ചില സമയത്ത് പോകുമ്പോൾ എൻ്റെ കൂടെ കയറി വന്നിട്ട് ഇവളൊരു ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കും കടകളിൽ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതിനകത്ത് ബദാം ഇതിങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു ലിസ്റ്റ് കാണും. അപ്പൊ ഞാൻ അറിയുന്നതിനകത്ത് കാണത്തില്ല. അപ്പൊ എടുക്കുമ്പോൾ ഇതിനകത്ത് കാണും. അപ്പം ആ ലിസ്റ്റ് കാണും. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ കടികളിലൊക്കെ കയറുന്ന ഒരു പ്രായം കഴിയുമ്പോൾ കയറുമ്പോൾ അത് അവരുടെ ഒരു പ്രൈസ്. ചിലർക്ക് ചിലപ്പോൾ നമ്മുടെ മുറ്റമൊക്കെ വൃത്തിയാക്കുന്നതായിരിക്കും, ഗാർഡനിങ്. ചിലർ എൻ്റെ അടുത്തൂടെ ഗാർഡനിങ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അവരുടെ അഭിരുചികൾ നമ്മുടെ ഒപ്പം വരുമ്പോൾ അതിനൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. കാര്യം നമ്മളെപ്പോഴും അറിയണം, നമ്മളെ ഈ നാച്ചുറലായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് എപ്പോഴും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക ഒരു വൈബ് നമുക്ക് ഫീൽ ചെയ്തു. അപ്പൊ നമ്മളെപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ആരായാലും ഇപ്പൊ ഞാൻ എക്സൈസുകാരായാലും ഇവിടെ ടീച്ചറായാലും നിങ്ങൾ ഏത് പൊസിഷനിൽ എപ്പോഴും നമ്മൾ ജോലി ചെയ്യുന്ന ആർക്ക് വേണ്ടിയാ? സമൂഹത്തിന് വേണ്ടിയാ, മറ്റുള്ളവരെ സർവീസ് ചെയ്യണം. അപ്പൊ അത് കുട്ടികളെ എപ്പോഴും നമ്മളത് ആ രീതിയിലാക്കണം. ഇവിടെ നമ്മൾ ഈ ലഹരി ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് അവൻ ഇതൊന്നും ചിന്തയില്ല ഉണ്ടോ. അവന്റെ കാര്യം മാത്രമേ കഴിഞ്ഞാൽ മതി. ഇവൻ ഇത് ഉപയോഗിക്കുക ഒന്നോർത്തണം. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ എന്താണ് അവരുടെ കമ്മിറ്റ്മെന്റ് ആണ്. അപ്പൊ അതായത് നമുക്ക് സാധിക്കാത്ത കാര്യം അവരെ കൊണ്ട് സാധിപ്പിക്കുന്നില്ല. അവരുടെ ആഗ്രഹം എന്താണെന്ന് നമ്മൾ അറിയണം, അതുകൊണ്ട് നോക്കണം. ഒരിക്കലും ചിലപ്പോൾ മിക്കപ്പോഴും പറയുന്നത് അവളോട് ഞാൻ പറഞ്ഞു ഡോക്ടറെ അവക്ക് പോകാനായിട്ട് നേഴ്സിനോട് താല്പര്യം. മനസ്സിലാകും. അപ്പൊ ഇവിടെ രണ്ടും ലാസ്റ്റ് വന്നു കഴിയുമ്പോൾ ഈ ആളിനെ സംബന്ധിച്ച് ആ പ്രൊഫഷനോട് ചിലപ്പോൾ വലിയ ഇത് കാണിക്കുന്നില്ല. അപ്പൊ ഏത് പ്രൊഫഷനിൽ അവര് തിളങ്ങുന്നറിയില്ല. ഒരു ജോലിക്കും ഒരു കുറവില്ല. അതാണ് എന്നെ എപ്പോഴും നമ്മൾ അറിയേണ്ട കാര്യം. മനസ്സിലാകുന്നല്ലോ. ഏതൊരു ആൾക്കാരും നമ്മളെ പലർക്കും നമ്മൾ നോക്കുമ്പോൾ ആ ആൾക്കാർ ഇരിക്കുന്ന ജോലിയിൽ ഉണ്ടാകുന്ന പ്രാവീണ്യമാണ്. മനസ്സിലാകുന്നല്ലോ. ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാവരും നമ്മൾ അറിയുന്നുണ്ടോ? പക്ഷേ ഇപ്പൊ നമ്മളറിയില്ല. ഇപ്പൊ ആരിസ് ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടർ പത്രമാധ്യമങ്ങൾ പെട്ടെന്ന് പ്രശസ്തി ആയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രശസ്തി എന്തിലൂടെയാണ് വന്നത്? പാവം പിടിച്ചൊരു ഡോക്ടർ, പാവപ്പെട്ടവർക്കാർക്ക് വേണ്ടിയുള്ള ഡോക്ടറാണ് അല്ലെ. പെട്ടെന്ന് നമ്മൾക്ക് എല്ലാവർക്കും സ്ട്രൈക്ക് ചെയ്ത സംബന്ധമാണ്. സ്വന്തം കയ്യിൽ പൈസ എടുത്തുകൊണ്ട് വേദനിക്കുന്ന ആൾക്കാർ സാധാരണക്കാർ വരുമ്പോൾ സ്വന്തം കയ്യിൽ പൈസ വെച്ചുകൊണ്ട് ഈ പറയുന്ന ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങി ശസ്ത്രക്രിയ ചെയ്ത് വിട്ട ഒരു ഡോക്ടറാണ് അയാൾ. അതാണ് അദ്ദേഹത്തെ കുട്ടിപ്പെട്ടെന്ന് നമുക്ക് തോന്നിയത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ അവിടെ ആ ഒരു സമയത്ത് നമ്മളെന്ത് ചെയ്യും? എപ്പോഴായാലും ഇത് വെളി വരും. മനസ്സിലാകുന്നത് അവിടെ പ്രൊഫഷണൽ. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ലോകം മൊത്തം അറിഞ്ഞില്ല അദ്ദേഹത്തെ. ലോകം മൊത്തം അറിഞ്ഞില്ല. അറിഞ്ഞോ? അറിഞ്ഞു. അപ്പൊ അത് അദ്ദേഹത്തിന് ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞില്ലേ കാത്തു വെച്ചിരുന്ന ഒരു ഇതാണ്. അപ്പൊ അദ്ദേഹം ലോ പ്രശസ്തനാകുമെന്നുള്ളതിന്റെ ഒരു ഘടകമാണ്. അതായത് അതെല്ലാ മനുഷ്യരും വരും ഒരു സമയം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ഒരു ടൈം വരും. ആ ടൈം വരുമ്പോൾ ആ സമയത്ത് നമ്മൾ അവസരോചിതമായി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിവുള്ള ആളായിരിക്കില്ലേ. ആ സമയത്ത് ഈ ലഹരി വസ്തുക്കളെല്ലാം കൂടെ അടിച്ച് തലച്ചോറിലെ കോശങ്ങൾ നശിക്കും. തലച്ചോറിലെ കോശങ്ങൾക്ക് ഒരു പ്രത്യേകത. ഇപ്പൊ എന്റെ കയ്യിലെ ഇവിടെ ഒരു മുറിവ് വന്നാലും നിങ്ങളുടെ കയ്യിലെ ഇവിടെ മുറിവ് വന്നാലും എന്ത് പറ്റും? കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ മുറിവ് വന്നു പറഞ്ഞാൽ ഇവിടെ വേറെ കോശങ്ങൾ, പുതിയ കോശങ്ങൾ വരും. പക്ഷേ ഈ കഞ്ചാവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ലഹരി വസ്തുക്കളെ ഈ MDMA എന്നൊക്കെ പറയുന്ന ലഹരി വസ്തുക്കളെ എന്നിട്ട് ഇത് വന്ന് നമ്മുടെ തലച്ചോറിൽ വന്നു കഴിഞ്ഞാൽ ഇതിന് ഏതെങ്കിലും ക്ഷതങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന പരിക്കെന്ന് പറയുന്നത് എന്ത് ചെയ്യത്തില്ല? ഭേദപ്പെടത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇവർക്ക് ഇതൊന്നും ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്തുപറ്റുന്നറിയാം? ഈ തലച്ചോറിന് ചിന്താശേഷിയും വിവേചന ശേഷിയും എല്ലാം നഷ്ടപ്പെട്ടു. സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെട്ടു. സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോയാൽ അറിയാവോ എങ്ങനെയാണെന്നുള്ള അവസ്ഥ? അറിയോ? അതാണ് നമ്മളിങ്ങനെ തിരുവഴിയിലൂടെ ഇങ്ങനെ ഓരോ ആൾക്കാർക്ക് നടക്കുന്നുണ്ടല്ലേ, വസ്ത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കിടക്കുന്നത്. സ്വന്തം വ്യക്തിത്വത്തെ തിരിച്ചറിയാൻ വരുന്ന അവസ്ഥയാണ്. അതിന്റെ അവസ്ഥയിലേക്ക് വരാനെന്ന് പറയുന്നത്, ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് അതിന്റെ ഒരു പരീക്ഷ സമയത്താണ് നടക്കുന്നത്. അല്ലേ? ഇവർ ഉപയോഗിച്ചിട്ട് അതിന്റെ ആഫ്റ്റർ റിസൾട്ട് വരുന്ന ടൈം ആദ്യം വരുന്നതേ ഉള്ളൂ. ഈ MDMA പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു നീണ്ട ഒരു 3-4 വർഷത്തെ ഉപയോഗം എന്ന് പറയുന്നത് അവരുടെ ആയുസ് ഇല്ലാതാക്കപ്പെടും.
അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇനി ഏതെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇനി ഏതെങ്കിലും ഭാഗത്ത് ഞാൻ ഇനി പേര് പോകാത്ത വല്ലതും ഉണ്ടോ? അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സോഷ്യലായിട്ടുള്ള ഈ ഒരു സമൂഹത്തില് നമ്മൾ രക്ഷകർത്താക്കൾ തന്നെയാണ് വിജിലന്റ് ആവേണ്ടതെന്നുള്ളതാണ്. അവിടെ തുടങ്ങി നമ്മൾ നേരത്തെ ടീച്ചർ പറഞ്ഞില്ല, പല കാര്യങ്ങളും ടീച്ചറിലേക്ക് ഏൽപ്പിക്കുന്നതിനും പകരം നമ്മൾ തുടങ്ങി. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞത് അതിന് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എനിക്ക് അടുത്ത ഈ സ്കൂൾ മാനേജ്മെന്റ് ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞത് നിങ്ങളുടെ ഈ രക്ഷകർത്താക്കളുടെ എല്ലാവരുടെയും പൂർണ്ണ സമ്മതത്തോടെ ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും ആ കുട്ടിയുമായിട്ട് വന്ന് ചേരുന്ന രീതിയിലുള്ള ഒരു മീറ്റിംഗ് അതെനിക്ക് തരുവാണെന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഒന്നും കൂടെ എനിക്ക് വിശദമാക്കി സംസാരിക്കേണ്ടതുണ്ട്. അപ്പൊ അതാണ് എനിക്ക് വേണ്ടത്. അതായത് ഇപ്പം നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ആരെ വേണം? എനിക്ക് ഗൃഹനാഥനെ വേണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഈ ഗൃഹനാഥൻ ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളണമെന്നില്ല. നിങ്ങളിപ്പോ ചിലത് പറയും, അവിടെ സാറ് എക്സൈസിലെ സാറ് വന്ന് പറഞ്ഞു ഇന്ന പറയാൻ മോളെ നമ്മളെ പഠിപ്പിക്കുമ്പോഴൊക്കെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതൊക്കെയുള്ള രീതികളൊക്കെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പോകും. പക്ഷെ അവരും കൂടെ കേൾക്കണം. കാര്യം മനസ്സിലായി. ഇപ്പൊ എന്തായാലും കാരണം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഞാൻ ഈ കേസുകളൊക്കെ എടുക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, നല്ല ശിക്ഷണത്തോടും നല്ല കരുതലോടും, അത് പറഞ്ഞപ്പോൾ ഞാൻ വേറെ പോയി, നല്ല കരുതലുമുള്ള ഒരു കുട്ടികളെയും ഞങ്ങൾക്ക് കേസ് കിട്ടാറുണ്ട്. പിന്നെ അവർ ചതിക്കപ്പെടുന്നുണ്ട്, അത് ഞങ്ങൾക്ക് മനസ്സിലാകും. ഞങ്ങൾക്ക് എടുക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കാര്യം ഞങ്ങൾ ഒരിക്കലും ഒരു ആളെയും കള്ളക്കേസ് എടുക്കുന്നുണ്ട്. കാര്യം പ്രത്യേകിച്ച് ഈ മയക്കുമരുന്ന് കേസ് എന്ന് വെച്ച് മറ്റേ എടുക്കുമെന്ന് പറഞ്ഞില്ല, ഈ കേസുകൾ ഞങ്ങൾ എടുക്കാറുണ്ട്. കാരണം നമ്മൾ അതേപോലെ കേസുണ്ട്. അപ്പൊ അത് കാരണം നമുക്ക് ഈ കള്ളക്കേസിന്റെ കാരണം ഇല്ലാതെ വരുമ്പോഴേ നമ്മൾ എടുക്കേണ്ട കാര്യമുള്ളൂ. ഒരാളെ ചതിക്കണ ചെയ്യണമെന്നില്ല. പിന്നെ നമ്മളെപ്പോഴും എന്തെങ്കിലും കാരണവശാൽ ഒരു ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ ഒരാളെ കണ്ടെന്ന് പറഞ്ഞു ഒരിക്കലും വലിയൊരു സംഭവമാണ് ചെയ്തതെന്നും പറഞ്ഞ് അവനെ അതിനെ പർവ്വതീകരിച്ച് അവനെ ശിക്ഷ ഈ പറഞ്ഞെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവനെ ഇതാക്കാനായിട്ട് നോക്കരുത്. ഫസ്റ്റ് നിങ്ങൾ അവനെ നിരീക്ഷിച്ചിട്ട് അവനോട് ഇത് കാര്യം പറയുക. ഈ രീതിയിലുള്ള നിങ്ങളുടെ ബന്ധുക്കളാണ് ആരെങ്കിലും കണ്ടുകഴിഞ്ഞു അവരോട് പറയുക, ഇത് ദോഷമായിട്ടുള്ള സംഭവമാണ്, ക്യാൻസറുകൾ വരാം, ഈ പറഞ്ഞിരിക്കുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ ഇത് വരും, അതുകൊണ്ട് ഇത് നിർത്തലാക്കുക എന്ന് പറയും. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അവൻ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓർക്കണം അവന് ലഹരിക്ക് അടിമപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ രോഗമാണ്, അതിന് പിന്നെ ട്രീറ്റ്മെന്റ് ഉണ്ട്, അതിന് നമുക്ക് കൗൺസിലിംഗ് ചെയ്യാം. അപ്പൊ അതിന് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട് ഞങ്ങൾക്ക്, അവരെ കൗൺസിലിംഗ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഇവരുടെ ശീലത്തിൽ അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് പുകവലിക്കുന്ന കുട്ടികളാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഇടയിൽ പുകവലിയായിരുന്നു. ഇപ്പോഴാണ് ഈ ലഹരി വസ്തു ഇങ്ങനെയുള്ളത് വരുന്നത്. പണ്ട് അപൂർവം 1-2 ആൾക്കാരായിരിക്കും ഒരു സ്കൂളിൽ തന്നെ ശല്യകാരം കടമാറുന്നത്. ഇപ്പൊ ഇതെന്ന് പറയുന്ന ഒരു വലിയൊരു ക്യാൻസർ പോലെ ഇങ്ങനെ വരുമോ, ഒരാളെ എടുത്ത് മൊത്തം ഏരിയയിലോട്ട് ഇങ്ങനെ വരുമോ. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പൊ അവരെ അങ്ങനെ ഒരു ഉപയോഗം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെ കുറ്റക്കാരാക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് വലിയൊരു അപരാധം ചെയ്തെന്ന് പറഞ്ഞ് നമ്മളിരിക്കാൻ മാറില്ല. അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാനായിട്ട് നമ്മളീ പറഞ്ഞിരിക്കുന്ന എക്സൈസിന്റെ സേവനം നിങ്ങൾക്ക് ധാരാളം എടുക്കാനുള്ളത്. നമുക്കിതിന് വിമുക്തി മിഷൻ എന്ന് പറഞ്ഞാണ്, അതായത് ലഹരിയുടെ കണ്ടെത്തുക, അതുപോലെ ലഹരി ഉപയോഗിക്കുന്നവരെ ഇതിൽ നിന്ന് വിടുതലാക്കി കൊണ്ടുവരിക. ഇവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന കൗൺസിലിംഗ് കൊണ്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ഉണ്ട്, അതെല്ലാം നമ്മുടെ എക്സൈസിന്റെ ഭാഗമായിട്ട് ചെയ്തു കൊടുക്കുന്നു. അപ്പൊ ഇതാണ് നമുക്ക് ഇതിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് എന്തായിരുന്നു പറഞ്ഞത്, ഈ രക്ഷകർത്താക്കൾ അവർക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കുട്ടികളിലൂടെ ഇത് തെറ്റാണ്, ഇതിങ്ങനെ ഒരു കാര്യം ചെയ്യരുതെന്ന് പറയാം. അപ്പൊ അതിന് നമ്മൾ നേരത്തെ പറയുമ്പോൾ ഒരു കാരണം പിടിക്കും. ഞാൻ എക്സൈസിലെ ഓഫീസിലെ കാര്യം പറയാം. അവിടെ വരുമ്പോൾ നമ്മൾ ഈ രക്ഷകർത്താക്കൾ അമ്മ എന്ന് പറയുന്നത് ഈ കേസ് എടുത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ ഓഫീസിലോ ഞങ്ങളുടെ മുറികളിലൊക്കെ കയറി വന്നിട്ടാണ് ചിലര് എന്ത് പറയുന്നത്, എന്റെ മുറി ചെയ്യത്തില്ല, ഒറ്റവാക്ക് എന്റെ മുറി ചെയ്യത്തില്ല, കാരണം കൊടുത്താണ്. അതേപോലും അവൻ ഞങ്ങളെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 3 വർഷമായിട്ട് ഇവന് ഉപയോഗിക്കുന്നതാണ്. ഇവൻ സമ്മതിച്ച് 3 വർഷമായിട്ട് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ പറയും അമ്മയ്ക്കും അറിയാമെന്ന് പറയും, അവൻ്റെ അമ്മ തെറ്റുന്നില്ല. ഈ അമ്മമാർ പലപ്പോഴും ഈ കുട്ടികളെ പല തെറ്റുകൾക്കും ഈ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ കാണിക്കുന്നു. മനസ്സിലായത്, അച്ഛൻ വന്നിട്ട് ആ റോഡ് സൈഡിൽ മാറി നിൽക്കും, മോനകത്ത് അമ്മയകത്തോടെ കരച്ചിലും വേളമായിരിക്കും. അച്ഛൻ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സമയത്ത് ആ ബൈക്കിലേക്ക് ഇങ്ങനെ നിൽക്കുന്നതാണ്, ഞാൻ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതി. അതായത് നീ വളർത്തിയതിന്റെ കുഴപ്പമാണെന്നുള്ള രീതിയിൽ വേണം വന്ന് ഞാൻ അവിടെ വന്നിട്ട് ജാമ്യത്തിന് ഒപ്പിട്ട് തരാന്നൊക്കെ പറഞ്ഞ് ഒപ്പിടാൻ വേണ്ടി നിൽക്കുന്നതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവര് ഈ പൈസ, അതായത് ജോലി എടുത്ത് പൈസ കൊണ്ടുവന്നിട്ട് ആ പൈസ നിങ്ങളെ ലഭിച്ചു കഴിഞ്ഞാൽ മൊത്തം ഉത്തരവാദിത്തം നിങ്ങൾക്കാണെന്നുള്ള ഒരു ധാരണ ഇവർക്കുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അവരുടെ ഭാവം എല്ലാം തീർന്നു. അവർ ഈ പൈസ എല്ലാം കൊണ്ടുവന്നെങ്കിൽ നിങ്ങൾ ഈ ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ച് അവരെ കൂടെ നോക്കില്ല, ആരെ മക്കളെ. ആ ഒരു സിസ്റ്റം അല്ല, ഇതിൽ 2 പേർക്കും തുല്യ പങ്കാളിത്തമാണ്. മനസ്സിലാകുന്നോ? ഈ മോൻ തെറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തമാണ് അച്ഛനും അമ്മയ്ക്കും. അതൊന്ന് ബോധ്യപ്പെടുത്താനും കൂടെയാണ് ഞാൻ ഇവരെ വിളിക്കാൻ പറഞ്ഞത്. മനസ്സിലാകുന്നത്? അപ്പൊ അവർക്കും അത് മനസ്സിലാക്കണം. അവരൊരു കാരണവശാലും ഈ കുട്ടികളുടെ മുമ്പിലിരുന്ന്
ഈ സുഹൃത്തുക്കളുമായിട്ടോ അല്ല മറ്റു ആരെങ്കിലുമായിട്ടോ ഒരു ലഹരി ഉപയോഗിക്കുന്നതും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ ജീവിതം ഈ പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും അതിനെ അനുവദിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങളൊക്കെ പറയാം, ഇതൊക്കെ പറയാം, അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വീട്ടിലിറക്കി വിടുന്നത്. നിങ്ങളൊന്നും എല്ലാവരും അതിനെ ഞാൻ അവരെ കൊണ്ടുവരാൻ പറഞ്ഞു. അതെന്താ കാര്യം എന്നറിയാം? ഈ ഇപ്പോഴത്തെ ഈ തലമുറ ഞാൻ പറഞ്ഞിരിക്കുന്ന നേരത്തെ കതിരിക്കൊണ്ട് വളം വയ്ക്കുന്ന ടീം എന്ന് പറയുന്നത് രക്ഷകർത്താവ് എന്ന് പറയുന്ന ഈ അച്ഛന് അവനെ ഈ പറയുന്ന ശാസിക്കാൻ കഴിയാത്ത രീതിയിൽ പേടിച്ച് നിൽക്കുന്ന പല വീടുകളുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പള്ളക്ക് കത്തി കയറുന്ന അവസ്ഥയിലിരിക്കുന്ന പല വീട്ടുകാരുണ്ട്. നിങ്ങളതാ മനസ്സിലാക്കുന്നത്. ആ അവസ്ഥ നിങ്ങൾക്കും ഉണ്ടായി വരില്ല. കാര്യം ഇവർക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ ഇവരെ നിയന്ത്രിച്ചു പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചൂടായി കഴിഞ്ഞാൽ അവർ പറഞ്ഞേക്കണം. ലാസ്റ്റ് ഞങ്ങളോട് പറയുന്നത് സാറ് വേണം 3-5 ജനം ഇപ്പൊ കൂടുതൽ അടി കൊടുത്തേക്കാൻ പറ്റും. എന്താ കാര്യത്തില് ഇവർക്ക് ആ കൈയും കൊണ്ട് അവിടെ ചെല്ലാൻ പറ്റത്തില്ല. ആരുതാ സ്വന്തം മോന്റെ അടുത്ത് ആകെ 45-50 വയസ്സുണ്ട്. പക്ഷെ മോന് 18-20 വയസ്സേ ഉള്ളു. ആ അവന്റെ അടുത്ത് എടാന്ന് പറഞ്ഞ് വിളിച്ച് ചെല്ലാൻ പറ്റത്തില്ല. ആ അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. ഈ കുഞ്ഞുങ്ങള് നിങ്ങള് തേനെ പൊന്നേന്നൊക്കെ പറഞ്ഞ് നിങ്ങള് ഈ പറഞ്ഞ് വളർത്തുന്ന ഈ കുഞ്ഞുങ്ങള് വലുതായി കഴിയുമ്പോൾ നിങ്ങൾക്ക് നേരെ എന്താടിയെന്നും എവിടാന്നും പറഞ്ഞ് നിങ്ങൾക്ക് നേരെ തട്ടിക്കറി വരുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക. നിങ്ങളുടെ നെഞ്ചു പൊടിയത്തില്ലേ? ആ അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ പറയുന്നത്. അപ്പൊ രക്ഷാകർത്താവിനെയും കൂട്ടി നിങ്ങളെ ഭർത്താവ് അല്ലെങ്കിൽ പറയുന്ന ഇതിൽ വേറെ ആരും രക്ഷ വന്നിട്ടില്ലെന്ന് തോന്നില്ലേ? അപ്പൊ അവരെ കൂട്ടി നിങ്ങൾ വരിക. അങ്ങനെ ഒരു ക്ലാസ് നമുക്ക് തരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറയില്ലേ എല്ലാം ഒരു സുപ്രഭാതത്തിൽ നന്നാക്കി കളയാമെന്നും എനിക്ക് അങ്ങനെയൊന്നും ഒരു ആഗ്രഹമില്ല. ഉണ്ടോ? അങ്ങനെയൊക്കെ വിചാരിക്കുന്ന മണ്ണത്തിലാന്ന് ഞാൻ പറയും. പക്ഷെ ഒരാളെങ്കിലും ഒരാൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെങ്കിലും ഒരു ചെറിയ ചലനം ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അവന്റെ വിജയം ഒരു എളിയ ഇതുള്ളെങ്കിലും ഒരാൾക്കെങ്കിലും ആ കുഞ്ഞുങ്ങളോടും ഈ പറയുന്ന ഭർത്താവിനോടും ആ ഒരു രീതി കാണിച്ചുകൊണ്ട് ഒരു കുഞ്ഞിനോട് ആ രീതിയിൽ ഇനിയെങ്കിലും ഇന്നലെ ആഗസ്റ്റ് 14 വരെ പോട്ടെ അതുവരെയുള്ള കാര്യങ്ങൾ ഈ ആഗസ്റ്റ് 15 മുതൽ ഇനി ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കും എന്ന ഒരു മനസ്സിലൊരു തോന്നൽ വരുത്താൻ കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച് ഈ പോയതിനെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നമ്മളെപ്പോഴും അറിയണം നമുക്ക് ഇമ്പോസിബിൾ എന്നൊരു വാക്ക് നമ്മുടെ നിഘണ്ടുവിലില്ല. നമുക്ക് സാധ്യമാകുന്നില്ല. ഈ ചരട് പൊട്ടിയ പട്ടത്തിന് നമ്മൾ വിചാരിച്ച് നമുക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരാം. പക്ഷെ നമ്മൾക്ക് വിചാരിക്കണം. നമ്മൾ പലപ്പോഴും തന്നെ എന്റെ കാര്യമില്ല എന്നുള്ള നമ്മളെ തീർച്ചയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഞമ്മടുത്തല്ലേ ഇത്രയും ആൾക്കാർ ഇപ്പൊ ഞാനിപ്പോ അത് പറയുന്നത് ഈ കുട്ടികളെ സംബന്ധിച്ച് ഈ ഇരിക്കുന്ന ഓരോ ആൾക്കാരെയും അവർ അനുകരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? അതില് അവരുടെ അനുകരണത്തിന് ആരാണ് പാത്രം? ഇപ്പൊ എനിക്ക് എന്നെ അനുകരിക്കില്ലെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഈ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവരാരെയാണ് അനുകരിക്കാൻ എടുക്കുന്നത്? അതിനെ നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ ആരായിത്തീരുമെന്ന് നോക്കണം. മനസ്സിലായോ? അപ്പൊ നിങ്ങളെ കുട്ടികളെ ഇപ്പോഴത്തെ ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ എപ്പോഴും അവരോട് സംസാരിക്കണം, അവർക്ക് ഉമ്മകൾ കൊടുക്കണം. മനസ്സിലായോ? അവരുടെ കാര്യങ്ങൾ തിരക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രായം കഴിയുമ്പോൾ ഇവരെ കേൾക്കാനായിട്ട് കഴിയാതെ വരും. അതാണ് രക്ഷകർത്താക്കൾക്കുണ്ടാകുന്ന ഒരു കുഴപ്പമാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവരെ കേൾക്കാതെ വരും. അപ്പൊ ഇവരെ കേൾക്കാതെ വരുമ്പോൾ ഇവരെ കേൾക്കുന്നവരോടത്ത് പോകും. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മളെപ്പോഴും നിങ്ങൾ കാണത്തില്ല ചില രക്ഷകർത്താക്കളും പിള്ളേരോട്ട് പോകുമ്പോൾ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു നിയന്ത്രണമില്ലാതെ പോകുന്നതാണ്. ചില ആൾക്കാരാണെങ്കിൽ ഈ അമ്മയുടെ അച്ഛൻ്റെ അടുത്തൊക്കെ തന്നെ നിൽക്കുന്നതാണ്. അവരോടൊക്കെ വളരെ ഫ്രീ ആയിട്ട് സംസാരിച്ചിരിക്കുന്നേ കാണാൻ പറ്റും. മറ്റവരെ സംബന്ധിച്ച് വേറെ നോക്കിയിട്ട് വേറെ കുട്ടികളിലാണ്. അപ്പൊ നിങ്ങൾ ആദ്യം നമ്മൾ നോക്കിയാൽ മതി. അവരുടെ അറ്റാച്ച്മെന്റിനെയാണ്. മനസ്സിലാകുന്നത്? എല്ലായിടത്തും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ചിലടത്ത് എല്ലായിടത്തും മിക്കയിടത്തും അതിങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഞാനിപ്പോ നിങ്ങളെ കുട്ടിയിട്ടതില്ല. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ശല്യം ഒഴിവാക്കാൻ എന്നാ മൊബൈലിൽ നോക്കും. നിങ്ങൾ ആ ശല്യം ഒഴിവാക്കുന്നത്. പക്ഷെ ആ സമയത്ത് നിങ്ങൾ അവരെ ചേർത്ത് നിർത്തി അവരുടെ കാര്യങ്ങൾ തിരക്കുവാണെങ്കിൽ അവർ പടിപടി അപ്പൊ നമ്മൾ കൊടുത്തില്ല. നമ്മളിപ്പം ഞാനതിന് പറയാൻ നിങ്ങളൊരു 1 മണിക്കൂർ ആദ്യത്തെ സമയത്ത് ഒരു 1/4 മണിക്കൂർ നിങ്ങൾ ചെലവഴിക്കാം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതിനുശേഷം അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകണം. ഇടയ്ക്ക് നിങ്ങൾ കുടുംബസമേതങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ പോകണം. ഇതൊക്കെ ഇപ്പൊ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടേതായിട്ടുള്ള ഒരു പറഞ്ഞിരിക്കുന്ന സന്തോഷത്തിന് പോകുമ്പോൾ കുട്ടികൾ അവരെ പാർശ്വവൽക്കരിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. അവരുടെ ഉള്ളിലും ആഗ്രഹങ്ങൾ നിങ്ങളെ ചോദിക്കുന്നില്ല. അവരോട് പഠിക്കും അങ്ങനെ. അപ്പൊ അവരുടെ ചില സമയത്ത് അവർക്ക് ചിലപ്പോൾ കടൽ തീരങ്ങൾ കാണണമെന്ന് ആഗ്രഹം വരും, ചിലപ്പോൾ കായൽ തീരങ്ങൾ കാണണമെന്ന് പറയും, ചിലപ്പോൾ ചില പറഞ്ഞ കൃഷിയിടങ്ങൾ കാണണമെന്നൊക്കെ ആഗ്രഹം. അതൊക്കെ നിങ്ങളോട് ആരെങ്കിലും പറയുമോ? ആഗ്രഹം പറയണോ കുഞ്ഞുങ്ങൾ? അതൊക്കെ സഹായിച്ചു കൊടുക്കണം. നമ്മളെ പറഞ്ഞില്ല, ചുമ്മാ അങ്ങ് സഹായിച്ചു കൊടുത്തേക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവർക്ക് വേണ്ടിയാണ് അവരെന്ത്. അല്ലാതെ അവർക്ക് ചോദിക്കുമ്പോൾ ഈ ഐസ്ക്രീമും ചോദിക്കുമ്പോൾ പൈസ ഭക്ഷണം മാത്രമല്ല അവരുടെ മാനസിക
ഈ പറയുന്ന ഉല്ലാസങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണും. അങ്ങനെ കാണാതെ വരുമ്പോൾ അവര് തിരഞ്ഞെടുക്കുന്ന സൗഹൃദങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞിരിക്കുന്ന മികച്ച സൗഹൃദങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്ത ആ സന്തോഷത്തിന്റെ ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത് അവര് ഉത്പാദിപ്പിച്ചു കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായെന്ന് കരുതുന്നത്. കൂടുതൽ ഇനി നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണക്കിന് അവരെയും കൂട്ടി വന്ന് നമുക്ക് ഒരു നല്ലൊരു ക്ലാസ്സാക്കി ഇതിപ്പോ ഈ കുറഞ്ഞ സമയത്ത് ഇതിന്ന് ഈ ഒരു വിഷയം എന്ന് പറഞ്ഞത് ഈ ഒരു സെക്ഷനെ കൊണ്ട് തീരത്തൊന്നുമില്ല. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യം നമുക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് നമുക്ക് ഏറ്റവും കുട്ടികൾക്കിടയിലിട്ട് വന്നിരിക്കുന്ന ഏറ്റവും വലിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവിടെ ഇവിടെയും ചെറിയ ഒരു കാര്യങ്ങൾ എനിക്കിതിൽ കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റുള്ളൂ. ഇനിയും നമുക്ക് ഒരുപാട് മാറാനുണ്ട്. ഇപ്പൊ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പം ഈ കുട്ടികളുടെ ഈ പഠിത്തത്തിന്റെ ഇവരുടെ ഈ ഇതുണ്ടല്ലോ പഠിക്കുന്ന രീതി അതിലൊക്കെ നമ്മൾ പഠിച്ചവരുടെയൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഉദാഹരണം സയൻസ് ആൻഡ് ടെക്നോളജി ഈ പഠന സംബന്ധവും ഇത് നമ്മൾ അവരോടൊപ്പം എത്തിയില്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെട്ടു. അങ്ങനെയൊക്കെ ഒരു കുഴപ്പമുണ്ട്. അതറിയോ? ഇപ്പം ഈ ടീച്ചർമാർ തന്നെയാണെങ്കിലും പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മളിപ്പം ഒരു സാറിനോട് ചോദിച്ചിട്ട് സംശയം ചോദിച്ചിട്ട് ആ സാറിനിൽ നിന്ന് തന്നെ നമുക്ക് ഇതിന് ഉത്തരം കിട്ടണമായിരുന്നു. ഇന്ന് തന്നിട്ട് നമ്മൾ ചിലപ്പോൾ സാറിന് അറിയാമെങ്കിൽ സാർ പറയും അടുത്തൊരു 3-4 ദിവസം കഴിഞ്ഞ് പറയാറുണ്ട്. സാറ് ഇന്ന് പുസ്തകങ്ങൾ നോക്കുമായിരുന്നു. ഇന്ന് കുട്ടികളുടെ എന്തുണ്ട്, ഗൂഗിളുണ്ട്, അതിൽ സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പം അവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പം ഇതിന്റെ ഏറ്റവും വലിയ തെളിവെന്ന് ഞാൻ നമ്മളെ നേരത്തെ തൊട്ടുകൊടുക്കുന്ന കാര്യങ്ങളില്ല. ഈ കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചർ ഏതാ പിള്ളേരേതാന്ന് പോലും തിരിച്ചറിയില്ല. ഞാനൊരു PSC പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് പോയപ്പോഴുണ്ട് എന്നെ പഠിപ്പിച്ച ടീച്ചർമാരെ കണ്ട് ഞാൻ ചെന്ന് നമസ്കാരം പറയുമ്പോൾ ഇവിടെ ഇപ്പൊ ആ പരിപാടിയൊന്നും ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ അതൊന്നുമില്ല. പിള്ളേര് ടീച്ചറൊക്കെ ഞങ്ങളൊക്കെ വരുമ്പോ സമയത്ത് എന്ന് പറയാൻ ടീച്ചറൊക്കെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ST കോളേജിൽ ഞാൻ പഠിച്ചത്. അപ്പൊ അതിന്റെ അവിടെ തന്നെ ഒരു വെയിറ്റിംഗ് ഷെഡ്. അപ്പൊ നമ്മൾ 10 മണി കഴിഞ്ഞ് എല്ലാവരും ഇതുണ്ട്. അപ്പൊ വരുമ്പോൾ ടീച്ചറൊക്കെ അവിടുന്ന് ബസ് ഇറങ്ങി വരുന്നത് കാറിലൊക്കെ വരുന്നത് വരുമ്പോ തന്നെ നമ്മൾ അവിടുന്ന് ചാടിയൊക്കെ എഴുതിട്ട് ചെയ്യും. അവരെ കാണുമ്പോൾ നമുക്ക് ഇതിപ്പോ വരുന്നില്ല. ഇന്നത്തെ പിള്ളേരെ അവിടെ പോകുന്നുണ്ടെങ്കിൽ എങ്ങനെയും കാലിന്റെ കാലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ പറഞ്ഞ് ടീച്ചറൊക്കെ അത് മൈൻഡ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഇവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എന്ത് ഈ തലമുറയ്ക്ക് എന്ത് പറ്റി നമ്മളിങ്ങനെ ആയിരിക്കും? നമ്മളൊക്കെ എന്തോരം ബഹുമാനം കാണിച്ചു ഇവരുണ്ട് അല്ലേ? അവരുടെ മക്കളാണ് ഇവരെ കണ്ടിട്ട് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇതൊന്നും നമ്മളെ ഒരു താഴ്ന്നു പോകുന്ന സംഭവമല്ല. നമ്മൾ ടീച്ചർമാർ അവരുടെ ബഹുമാനം കാണിച്ച് അവരുടെ കാര്യങ്ങൾ സംസാരിച്ച് അവർക്ക് അതിനായിട്ടുള്ള ഇത് കൊടുത്ത് നമ്മൾ പോകുമ്പോൾ അവരെ സംബന്ധിച്ച് അവിടെ എവിടെയും ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് സംബന്ധം പറയുന്നറിയോ നിസ്സാര കാര്യങ്ങൾ കാണുന്നത് സൂയിസൈഡൊക്കെ ചെയ്യും, മൊബൈൽ ഫോൺ കൊടുത്തില്ല. അതായത് എന്തിനാ നമ്മളൊക്കെ പണ്ട് സ്കൂളിലൊക്കെ വന്ന് ബെഞ്ചിന്റെ മുകളിലും അവിടെ ഇവിടെ തല്ലി പറഞ്ഞ് റബ്ബർ കൊണ്ട് ഇതൊക്കെ അടിച്ച് ഇതിന് മുകളിൽ ഓടിച്ചാടി നടന്നിരുന്നു. നമ്മളെ സംബന്ധിച്ച് ജീവിതത്തിൽ എന്ത് വന്നു കഴിഞ്ഞാലും എന്തിനേക്കിട്ട് വന്നു പറഞ്ഞാൽ സുനാമി വന്നാലും നമ്മളിങ്ങനെ പകരാൻ നിൽക്കുന്നത്. ഈ പിള്ളേരെ സംബന്ധിച്ച് എത്ര ഓട്ടം എടുത്ത് ഓടിക്കുന്നു. അതിനകത്ത് ഈ പറയുന്ന മെഡിക്കൽ സ്റ്റുഡൻസ് ഉണ്ട്, ഈ പറയുന്ന പല ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ആൾക്കാരുണ്ട്. എന്ത് പറ്റിയ ഒന്നിനെയും ഇവർക്ക് എന്തെങ്കിലും പറ്റില്ല. അതുകൊണ്ടാണ് ഇവര് ശ്രദ്ധിച്ചിട്ടുണ്ട് ഗെയിമുകൾ പോലും തോറ്റിട്ട് പോയി കെട്ടു തൂങ്ങിച്ചവർ. ഗെയിമുകൾ അതുപോലും ആ തോൽവിയെ പോലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഇതിലേക്ക് അവരിലേക്ക് തന്നെ മാത്രമായിട്ടാണ് പോവുക. നോക്കി നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസമായിട്ട് നോക്കി എല്ലാത്തിനും നമ്മൾ തിരിച്ചുകൊണ്ട് നിന്നില്ലേ അല്ലേ? ഇവരെ സംബന്ധിച്ച് ആ ഒരു നമ്മൾ പറഞ്ഞില്ലേ ഒരു ഒന്നിനും അങ്ങോട്ട് അതിജീവിക്കാൻ കഴിയാത്ത രീതി വരും. അതായത് നമ്മൾ ഇവർക്കൊക്കെ റിസ്ക് കൊടുക്കുന്നില്ല, ഇവരുടെ പ്രയാസങ്ങൾ ഒന്നും കൊടുക്കില്ല, എല്ലാം അത് നമ്മളെ ഏറ്റുവന്നു അച്ഛനും അമ്മയേറ്റും എന്നാണ്. ആ രീതിയിലേക്ക് നമ്മളിവരെ ഇങ്ങനെ മോൾഡ് ചെയ്യുക. ആ ഒരു കുഴപ്പങ്ങൾ നമ്മൾ മാറ്റി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരും ബോൾഡാവും. അവർ ചോദിക്കേണ്ട സ്ഥലങ്ങളിൽ ചോദിക്കും, നോ പറയാനടുത്ത് നോ പറയും. അത് നിങ്ങളുടെ കഴിവുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നില്ല? അത് നിങ്ങളും ഇതിൻ്റെ ആയിട്ടുള്ള നമ്മൾ പറഞ്ഞില്ല ഇപ്പം സ്കൂളുകളിൽ പോലും ഇവരെ മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം 90 ക്ലാസ്സുകൾ വരെ കൊടുക്കുന്നുണ്ട്. ആ രീതി അതേപോലെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വീടുകളിൽ ഈ പറഞ്ഞിരിക്കുന്ന ലഹരിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും നിങ്ങളത് ഈ പറഞ്ഞ ഓരോ ഇന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന അവരെയൊക്കെ നമ്മൾ അതേ രീതിയിൽ നമ്മളതിന് പറയുന്ന പറഞ്ഞത് നികൃഷ്ടമായിട്ട് നമ്മളതിനെ കാണുന്ന രീതിയിൽ അവരോട് പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് നല്ലതേതൊക്കെ ചീത്തതേതെന്ന് നമ്മൾ നേരത്തെ തിരിച്ചറിയും. നമ്മുടെ ഈ മൊബൈൽ ഫോണിനകത്ത് നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. നമ്മളൊരു നല്ല മാമ്പഴം അവർക്ക് കൊടുക്കുന്നു, ഒരു ചീത്ത മാമ്പഴം വെക്കുന്നു. അവരേതെടുക്കും? ചീഞ്ഞളിഞ്ഞൊരു മാമ്പഴം ഇരിക്കുന്നു, നല്ലൊരു മാമ്പഴം ഇരിക്കുന്നു. അവരേതെടുത്ത് കഴിക്കാൻ ഇഷ്ടം? അത് അവർ സ്വയം തീരുമാനിക്കേണ്ടില്ല. അത് നല്ലതെടുത്ത് കഴിക്കാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്ന് പറയണമെങ്കിൽ ഈ മൊബൈൽ ഫോണുകളിൽ ഇരിക്കുന്ന നല്ലതിനെ സംബന്ധിച്ച് നമ്മളെല്ലാവരും അതിനകത്ത് ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ഈ പ്രായത്തിൽ മൊബൈൽ ഫോൺ വന്നു കഴിഞ്ഞാൽ അവരെ ഈ പറഞ്ഞ സർഗാത്മക കഴിവുകളെ നശിപ്പിക്കും. അതുകൊണ്ട് അവിടെയാണ് ആദ്യത്തെ ലഹരി വരുന്നത്. അത് ഒഴിവാക്കാനായിട്ടുള്ള അല്ലാതെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഈ ലഹരി വസ്തുക്കളെ കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുക എന്ന് പറഞ്ഞാൽ എല്ലാവിധ ഇവിടെ ഒരു അവസരം തന്നതിൽ
നിങ്ങളെ വന്ന് കണ്ട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് എനിക്കിത് അവസരമായി തന്നാണ് ഏറ്റവും പ്രിയങ്കരൻ ആദരണീയനായ ശശികുമാർ സാറിനും അതേപോലെ ഇതിൻ്റെ ഈ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾക്കും എല്ലാവിധ നന്ദിയും രക്ഷാകർത്താക്കളും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.